ഹലോ 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 ക്ലാസ് 8 എവിടെ നമ്മുടെ 8ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ എവിടെ നമ്മുടെ പവർ കുട്ടികളൊക്കെ എവിടെ യെസ് എല്ലാവരും എത്തിയിട്ടുണ്ടോ എത്തിയിട്ടുള്ളവരൊക്കെ ഒരു ഹായ് പറഞ്ഞേ എല്ലാവരും ഹായ് പറഞ്ഞേ എത്തിയിട്ടുള്ളവരൊക്കെ കുറച്ച് യെല്ലോ ഹാർട്ട്സ് മിസ്സിൻ്റെ കുറച്ച് ഫേവറേറ്റ് ഹാർട്ട്സ് തന്നെ എല്ലാവരും ഓക്കെ ട്വിങ്കിൾ കുറേ നേരമായി മിസ് നിങ്ങളുടെ ചാറ്റൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നു ഈ ടിങ്കിൾ ആരാണ് ഓക്കെ എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് മാക്സിമം ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് വരിക ഓക്കെ അപ്പോൾ ഇന്ന് സാറ്റർഡേ ഒക്കെ ആയതുകൊണ്ട് കുറേ പേരൊക്കെ കുറച്ച് ടി വി കാണലും വേറെ കുറച്ച് പരിപാടിയിലൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ വേഗം പോയിട്ട് ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി വരിക നമ്മൾ അടിപൊളിയായിട്ട് ദ മെർച്ചന്റ് ഓഫ് വെനീസ് എന്നുള്ള ആ ഒരു ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വളരെ സിനിമാറ്റിക് ആയിട്ടാണല്ലേ നമ്മൾ സ്റ്റോറി നിർത്തിയത് അപ്പോൾ ഒരു കോർട്ട് റൂമിൻ്റെ ഉള്ളിൽ ഇതാ വിധി കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ആന്റോണിയോ ഓക്കെ ആന്റോണിയോ ആ പൗണ്ട് ഫ്ലഷ് കൊടുക്കോ അല്ലെങ്കിൽ ജീവനോടെ ഉണ്ടാവോ മരിച്ചു പോവോ ഇനി രക്ഷിക്കാൻ ആരെങ്കിലും വരുമോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ വേഗം എല്ലാവരും പോയിട്ട് നമ്മുടെ ലൈവ് ലൈക്ക് ചെയ്യുക ഓക്കെ വാട്സ്ആപ്പ് ഓക്കെ ഐ എം ഫൈൻ ഓക്കെ അപ്പോൾ വേഗം പോയിട്ട് എല്ലാവരും നമ്മുടെ ലൈവ് ലൈക്ക് ചെയ്യാൻ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ കൂട്ടി വരിക നമ്മൾ ഇന്ന് ക്ലൈമാക്സിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ സ്റ്റോറിയുടെ ക്ലൈമാക്സിലേക്ക് ഇന്ന് കടക്കാൻ വേണ്ടി പോവാണ് യെസ് ഗുഡ് ഈവനിങ് വൈറ്റ് വാക്കർ ഹായ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഓക്കെ യെസ് ഫാത്തിമ സനമോൾ ഓക്കെ റെഡി ഓക്കെ എല്ലാവരും വേഗം പോയിട്ട് നമ്മൾ ലൈവ് ലൈക്ക് ചെയ്തേ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് തരാം എന്നാലും മിസ്സിനൊരു ആ സിനിമയുടെ ക്ലൈമാക്സ് ആകുമ്പോൾ കുറച്ച് തിയേറ്ററിൽ കുറച്ചും കൂടി ആൾ വേണ്ടേ ഓക്കെ വേഗം ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് തരാം റെഡി ഓക്കെ കിറ്റി ഹായ് കിറ്റി ആരാണ് മിണ്ടാത്തത് വീഗേളാണോ ഓക്കെ റെഡി ഗുഡ് ഈവനിങ് അപ്പോൾ നമ്മുടെ ബാച്ചിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇനി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമേ ഉള്ളൂ യെസ് ഇനി ഫെബ്രുവരി 5 ഇനി എത്ര ദിവസങ്ങളുണ്ട് വിരലിലുണ്ടാവുന്ന ദിവസങ്ങളേ ഉള്ളൂ അല്ലേ അപ്പോൾ നിങ്ങൾ നമ്മുടെ ബാച്ചിൻ്റെ കാര്യം മറക്കണ്ട അപ്പോൾ റിവിഷൻ ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ ഒരു ഓഫർ നമുക്ക് ഫെബ്രുവരി 5 വരെ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലെ ബാച്ച് ആൽഫ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ കൂടെ റിവിഷൻ ബാച്ചും നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടാൻ പോകുന്നത് പിന്നെ വളരെ കുറച്ച് സമയം കൂടിയേ ഉള്ളൂ അപ്പോൾ ആരും എന്ത് ചെയ്യരുത് യെസ് വെയിറ്റ് ചെയ്ത് നിൽക്കരുത് വേഗം തന്നെ പോയിട്ട് താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് ഒരു ഹായ് അല്ലെങ്കിൽ ഹലോ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ റെഡി ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോയാലോ നമുക്കതാ നമ്മുടെ സെക്കൻഡ് പാർട്ടും ആ ഒരു സ്റ്റോറിയുടെ തേർഡ് പാർട്ടും ഒക്കെ ഈ ഒരൊറ്റ പാട്ട് കൊണ്ട് തീർക്കാൻ വേണ്ടി പോവാണ് വളരെ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മുടെ കോർട്ട് റൂമിൽ ആന്റോണിയോ തൻ്റെ വിധി കാത്ത് നിൽക്കുകയാണ് അല്ലേ ഓക്കെ ചെറിയൊരു ചുമയുണ്ട് ഓക്കെ അപ്പോൾ വിധി കാത്ത് നിൽക്കുകയാണ് അല്ലേ അപ്പോൾ ആ വിധി എന്തായിരിക്കും നമ്മുടെ ആന്റോണിയോനെ തൂക്കിക്കൊല്ലാൻ വിധിക്കോ അല്ലെങ്കിൽ ആ ഒരു പൗണ്ട് ഫ്ലഷ് കൊടുക്കാൻ വേണ്ടി വിധിക്കോ ക്രൂരനായിട്ടുള്ള ഷൈലോക്ക് വിൻ ചെയ്യോ ഇല്ലല്ലേ നമ്മുടെ എല്ലാ സിനിമയിലും ലാസ്റ്റ് ക്രൂരന്മാരൊക്കെ ഇടിച്ചിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഹീറോസ് വരും അല്ലേ ഓക്കെ കുറച്ച് ക്യാമിയോ റോൾസ് ഒക്കെ ഉണ്ടാവും അതുപോലെ ഇവിടെ ഒരു ക്യാമിയോ ആയിട്ട് ഒരാൾ വരുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ അത് ആരാണെന്നുള്ളത് ഇവിടെ ഒരു ക്യാമിയോ വരുന്നുണ്ട് ആരാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ഓക്കെ തന്മയ ഹായ് തന്മയ വേഗം എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ കൂട്ടി വരിക ഇതല്ല മിസ് ഇതാ നിങ്ങൾക്കാന്ന് പറഞ്ഞ പാട്ടൊക്കെ പഠിച്ചിട്ടാണ് വന്നിട്ടുള്ളത് പുതിയ യെസ് ആൻസേഴ്സ് എല്ലാവർക്കും അറിയാം ഓക്കെ യെസ് അങ്ങനെ ആരൊക്കെയോ വരുന്നുണ്ട് മിസ് ഇപ്പോൾ വായിക്കുന്നില്ല ആരാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ ഓക്കെ ദ ഡേ ഓഫ് ദി ട്രയൽ അറൈവ്ഡ് Antonio did not ask for mercy because he knew well that Shylock was unlikely to grant him any mercy. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു ഡേ എത്തിരിക്കുകയാണ് നമ്മുടെ ട്രയൽ അല്ലേ വിചാരണയുടെ ദിവസം അങ്ങനെ എത്തിരിക്കുകയാണ് വിചാരണ റെഡി ഓക്കെ ആന്റോണിയോ ഡിഡ് നോട്ട് ആസ്ക് ഫോർ മേഴ്സി പക്ഷെ ആന്റോണിയോ എന്നോട് ദയവുണ്ടാവണം കുഴപ്പമില്ല ഞാൻ അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നോട് ദയ ഉണ്ടാവണം എന്നൊന്നും നമ്മുടെ ആന്റോണിയോ വാശി പിടിക്കുന്നില്ല ബിക്കോസ് ഹി ന്യൂ വെൽ ദാറ്റ് ഷൈലോക്ക് വാസ് അൺലൈക്ലി ടു ഗ്രാൻഡ് ഹിം എനി മേഴ്സി കാരണം നമ്മുടെ അതെന്താണ് എന്നോട് സംസാരിക്കാത്തത് സംസാരിക്കും നമുക്ക് സംസാരിച്ച് തീർക്കാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓക്കെ റെഡി അപ്പം നമ്മുടെ ആന്റോണിയോക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു ഷൈലോക്കിനോട് ദയ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം എന്താണ് ആ ഷൈലോക്ക് എന്തായാലും തന്നെ വെറുതെ വിടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മുടെ ആന്റോണിയോക്ക് അറിയായിരുന്നു അല്ലേ അപ്പം അതുകൊണ്ട് നമ്മുടെ ആന്റോണിയോ വെറുതെ നാണം കെടാൻ വേണ്ടിയിട്ട് എന്നോട് ദയ ഉണ്ടാവണം എന്നൊന്നും പോയി ചോദിക്കാൻ നിന്നില്ല റെഡി ഓക്കെ അൺലൈക്ലി എന്ന് പറഞ്ഞാൽ സാധ്യതയില്ല അല്ലെ ഗ്രാൻഡ് ചെയ്യാൻ അവന് മേഴ്സി ദയ അനുവദിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയില്ല എന്നാണ് പറയുന്നത് ഓക്കെ In
ഇൻ എ വേ ഹി വാസ് വില്ലിംഗ് ടു അക്സെപ്റ്റ് പണിഷ്മെൻറ്റ്. അപ്പോൾ ഏകദേശം ആൻ്റോണിയോക്ക് മനസ്സിലായി. യെസ്, ഓക്കെ, റെഡി. അപ്പോൾ എന്താണ് ഹെൽപ്പ് ചെയ്യാത്തത്? ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ ആൻ്റോണിയോയ്ക്ക് മനസ്സിലായി ഇനിയിപ്പോൾ എന്തായാലും പണിഷ്മെൻറ്റിൽ തന്നെ കാര്യമുള്ളൂ, പണിഷ്മെൻറ്റ് വാങ്ങില്ലാതെ വേറെ വഴി മുന്നിലില്ല. അങ്ങനെ ഏകദേശം ആ ഒരു പണിഷ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ, സ്വീകരിക്കാനുള്ള മനസ്സിലായിരുന്നു നമ്മുടെ ആൻ്റോണിയോ ഉണ്ടായിരുന്നത്. At the court, the Duke himself pleaded with Shylock to be merciful. അപ്പോൾ കോടതിയിലെത്തിയപ്പോൾ നമ്മുടെ ഡ്യൂക്ക് വരെ, നമ്മുടെ ആ ഒരു ജഡ്ജ് വരെ പറയും, നിനക്കൊന്ന് ക്ഷമിച്ചൂടെ, ഒരു മനുഷ്യൻ്റെ കാര്യമല്ലേ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിലയല്ലേ, നിനക്കൊന്ന് ക്ഷമിച്ചൂടെ എന്ന് നമ്മുടെ കോർട്ടിലെ ഡ്യൂക്ക് വരെ പ്ലീഡ് ചെയ്യും, അപേക്ഷിക്കും. റെഡി. He bluntly refused. Bassanio offered the Jew twice the sum owed by the Antonio. പക്ഷേ നമ്മുടെ ഷൈലോക്കിന്, യെസ് ഗായത്രി, ഹായ് ഗായത്രി, ഷൈലോക്കിന് ഒരിക്കലും എന്ത് ചെയ്തില്ല, ഷൈലോക്ക് ആ ഒരു ഓഫർ സ്വീകരിച്ചില്ല. ഹി ബ്ലണ്ട്ലി റെഫ്യൂസ്. ബ്ലണ്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന് വളരെ റഫായിട്ട് റെഫ്യൂസ് ചെയ്തു, വിസമ്മതിച്ചു. ഇല്ല, അത് പറ്റൂല, എനിക്ക് എന്ത് വേണം, യെസ്, എനിക്ക് നമ്മുടെ ആൻ്റോണിയോയുടെ ബോഡിയിലെ ആ ഒരു 1 പൗണ്ട് ഫ്ലഷ് മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് പൈസ വേണ്ട അല്ലേ. അപ്പോൾ പാവം നമ്മുടെ ബസാനിയോ തൻ്റെ ഫ്രണ്ടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഷൈലോക്കിന് ഒരു 2 തവണ അല്ലേ, 2 ഇരട്ടിയിലധികം പൈസ ഓഫർ ചെയ്യും. പക്ഷെ അതിനെ കൊണ്ട് കാര്യം ഉണ്ടാവോ? ഒരു കാര്യം ഉണ്ടാവില്ല. ഓക്കെ. But he replied that he wanted justice, and so he would ask for his pound of flesh even if he was offered 6,000 times the amount. അപ്പോൾ നമ്മുടെ ഷൈലോക്ക് ഫുൾ ആറ്റിറ്റ്യൂഡിൽ പറയും, എനിക്ക് എൻ്റെ എന്ത് മതി, നീതി മതി, ജസ്റ്റിസ് മതി അല്ലേ. അപ്പം എനിക്ക് തരാനുള്ള പൈസ ആര് തന്നിട്ടില്ല? യെസ്, നമ്മുടെ ബസാനിയോയും അതുപോലെ ആൻ്റോണിയോയും തന്നിട്ടില്ല. അപ്പം ആൻ്റോണിയോ ആണ് എനിക്ക് വാക്ക് തന്നത്, തന്നിട്ടില്ലെങ്കിൽ കരാറ് വെച്ചതാണ് എനിക്ക് 1 പൗണ്ട് ഫ്ലഷ് എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് അവൻ്റെ ബോഡിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാന്ന്. അപ്പം എനിക്ക് ആ ജസ്റ്റിസ് ആണ് വേണ്ടത്, എനിക്ക് ആ നീതിയാണ് വേണ്ടത്, അല്ലാതെ എന്തല്ല, യെസ് എനിക്ക് പൈസയല്ല വേണ്ടത്. ഇനി നിങ്ങൾ ഒരു 6,000 ടൈംസ് ഓവർ അല്ലേ, 6,000-ലധികം പൈസ, 6,000-ലധികം ഇരട്ടി പൈസ തന്നാലും എനിക്ക് വേണ്ടത് നമ്മുടെ ആൻ്റോണിയോയുടെ ഫ്ലഷ് മാത്രമാണ്, എനിക്ക് പ്രതികാരം ചെയ്യണം അല്ലേ. അപ്പം നമ്മുടെ ഷൈലോക്കിൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും ആൻ്റോണിയോനോട് പ്രതികാരം ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, റെഡി. When the Duke asked Shylock how he could hope for mercy from God if he himself showed no mercy to his fellow beings, Shylock replied that he wanted no mercy if God grants him justice. Okay, അപ്പോൾ ഡ്യൂക്ക് നമ്മുടെ ഷൈലോക്കിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ദയ കിട്ടുക അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഫെലോ ബീങ്സിനോട്, സഹജീവികളോട്, ഫെലോ ബീങ്സ് എന്ന് പറഞ്ഞാൽ സഹജീവികളോട് നിങ്ങൾ ദയ കാണിച്ചിട്ടില്ലെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ ഫെലോ ബീങ്സിനോട് നിങ്ങൾ മേഴ്സി കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ദൈവത്തിൽ നിന്നും അല്ലേ, ഗോഡിൽ നിന്നുള്ള ആ ഒരു മേഴ്സി കിട്ടുക, ആ ഒരു ദയ കിട്ടുക? നിങ്ങൾ ഇത്ര ദുഷ്ടനായാലോ, ഒന്ന് അയാളെ ഹെൽപ്പ് ചെയ്തുകൂടെ, ഒന്ന് അയാളെ പുറത്തുകൂടെ എന്ന് നമ്മുടെ ഡ്യൂക്ക് വരെ ചോദിക്കും. Shylock replied that he wanted no mercy if God grants him justice. അപ്പോൾ ഷൈലോക്ക് പറയും, എനിക്ക് എന്തല്ല വേണ്ടത്, യെസ് മിഷാൽ, ഹായ് മിഷാൽ, എനിക്ക് എന്തല്ല വേണ്ടത്, യെസ് എനിക്ക് ദയയല്ല വേണ്ടത്, ദൈവത്തിൽ നിന്നും. യെസ്, എന്താണ് ക്വസ്റ്റ്യൻസ്? മിസ് ഇപ്പോഴാണ് കണ്ടിട്ടുള്ളത് കേട്ടോ, മിസ് മെസ്സേജ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും റിപ്ലൈ എന്നേനെ. ഓക്കെ, റെഡി, എന്താണ് ചോദിച്ചോളൂ, മിസ് എന്തായാലും പറയാം. ഓക്കെ, അപ്പോൾ ഇതാ മേഴ്സി, എനിക്ക് ദൈവത്തിൽ നിന്നും ദയയല്ല എനിക്ക് വേണ്ടത് ജസ്റ്റിസ് ആണ്, നീതിയാണ് എനിക്ക് വേണ്ടത്. സോ സെയിങ് he began to sharpen the long knife. അപ്പോൾ നമ്മുടെ ഷൈലോക്ക് വേറെ ആരും മൈൻഡ് ആക്കുന്നില്ല, ആ ഒരു കത്തി ഇങ്ങനെ ഷാർപ്പ് ചെയ്യാൻ തുടങ്ങാം. എനിക്ക് പൗണ്ട് ഫ്ലഷ്, 1 കിലോ ഫ്ലഷ് എനിക്ക് വെട്ടിയെടുക്കണം. എന്തിനാണാവോ, ചിക്കൻ കറി വെച്ച് തിന്നാനാണോ എന്നറിയില്ല. എന്തായാലും 1 പൗണ്ട് ഫ്ലഷ് എനിക്ക് ആൻ്റോണിയോൻ്റെ ബോഡിയിൽ നിന്ന് വെട്ടിയെടുക്കണം, എനിക്ക് ജസ്റ്റിസ് ആണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കത്തി ഷാർപ്പൺ ചെയ്ത് മൂർച്ച കൂട്ടിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ സ്വന്തം ഷൈലോക്ക്. ഓക്കെ,
Portia, who had decided to come to Venice and to speak in Antonio's defense, reached there on the day of the trial with her friend Nerissa. അങ്ങനെ പോർഷ്യ, നമ്മുടെ പോർഷ്യയാണ് ഇവിടെ താരം, ക്യാമിയോ റോളിൽ വരുന്ന ആൾ. ഇവിടെ നമ്മുടെ പോർഷ്യ എന്ത് ചെയ്യാണ്, വെനീസിലേക്ക് വന്നിട്ട് നമ്മുടെ ആൻറ്റോണിയോയ്ക്ക് വേണ്ടിയിട്ട്, ആൻറ്റോണിയോൻ്റെ ഡിഫൻസ് ആയിട്ടല്ലേ, ആൻറ്റോണിയോനെ പ്രതിരോധിച്ചു കൊണ്ടിട്ട് ഇവിടെ ട്രയലിൽ വിചാരണയിൽ പങ്കെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെനീസിലേക്ക് ആരെത്തുന്നുണ്ട്, നമ്മുടെ പോർഷ്യ എത്തുന്നുണ്ട്. ആൻഡ് വിത്ത് ഹെർ ഫ്രണ്ട് നെറീസ. ഒറ്റയ്ക്കാണോ എത്തുന്നത്? അല്ല, പോർഷ്യൻ്റെ കൂടെ ആരുണ്ട്, പോർഷ്യൻ്റെ ഫ്രണ്ടായിട്ടുള്ള പോർഷ്യൻ്റെ ഫ്രണ്ടായിട്ടുള്ള എന്തുണ്ട്, നമ്മുടെ നെറീസ കൂടിയുണ്ട്. They disguised themselves. Portia appeared in a lawyer's gown and Nerissa followed her as clerk. അങ്ങനെ അവർ എങ്ങനെയാണ് എങ്ങനെയാണ് വരുന്നത്? ഡിസ്ഗൈസ്ഡ് ആയിട്ടാണ്, വേഷം മാറിയാണ് അല്ലേ വരുന്നത്, വേഷം മാറിയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അന്ന് ആ സ്ത്രീകൾക്കൊന്നും ഇങ്ങനെ വാദിക്കാനുള്ള അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഷേക്സ്പിയറുടെ കാലത്ത് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ പോർഷ്യയും അതുപോലെ തന്നെ നെറീസയും കൂടി ഡ്രസ്സൊക്കെ മാറി അതുപോലെ തന്നെ ആ ഒരു ആണുങ്ങളുടെ വേഷമൊക്കെ കെട്ടിയിട്ടാണ് വരുന്നത്. റെഡി? സോ പോർഷ്യ അപ്പിയർഡ് ഇൻ എ ലോയേഴ്സ് ഗൗൺ ആൻഡ് നെറീസ ഫോളോഡ് ഹെർ ആസ് ഹെർ ക്ലർക്ക്. അങ്ങനെ പോർഷ്യ ഒരു ലോയറിൻ്റെ ഗൗണിൽ അല്ലേ, ഒരു വക്കീലായിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് വരികയാണ്. ആൻഡ് അവളുടെ ഫ്രണ്ടായിട്ടുള്ള നെറീസ നമ്മുടെ പോർഷ്യയുടെ ഗുമസ്തയായിട്ട്, ആ ലോയറിൻ്റെ ഒരു ഗുമസ്തനെ പോലെ അവരെ ഹെൽപ്പറായിട്ട് ആയിട്ട് ഇങ്ങനെ നെറീസയും വരുന്നുണ്ട്. സോ ദ കേസ് വാസ് ജസ്റ്റ് ഗോയിങ് ടു ബി ഹേർഡ് ബിഫോർ ദ ഡ്യൂക്ക്. അപ്പോൾ നമ്മുടെ ട്രയലിൻ്റെ ആ ഒരു ട്രയലും കേസൊക്കെ ഇങ്ങനെ നടക്കാൻ വേണ്ടി പോവാണ്, നമ്മുടെ ഡ്യൂക്കിൻ്റെ മുന്നിൽ അത് കേൾക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ സമയത്താണ് ആര് വരുന്നത്, നമ്മുടെ പോർഷ്യയും നെറീസയും വരുന്നത്. Portia entered the High Court of Justice and presented a letter from Bellario, who was a lawyer and relative of Portia. അങ്ങനെ പോർഷ്യ ആ ഒരു ഹൈക്കോർട്ടിൽ എത്താണ്. പോർഷ്യ നമ്മുടെ നീതിയുടെ ആ കോടതിയിൽ എത്തിച്ചേരാണ്. ആൻഡ് പ്രസന്റഡ് എ ലെറ്റർ ഫ്രം ബെല്ലാരിയോ. അപ്പോൾ പുതിയൊരു ക്യാരക്ടർ വരികയാണ്. ആരാണ്? ബെല്ലാരിയോ അല്ലേ. ബെല്ലാരിയോ എന്ന് പറഞ്ഞിട്ടുള്ള തൻ്റെ റിലേറ്റീവ്, തൻ്റെ കുടുംബക്കാരനായിട്ടുള്ള ഒരു ലോയറിൽ നിന്നും, ഒരു വക്കീലിൽ നിന്നും ഒരു എന്ത് കൊണ്ടുവരികയാണ്, ഒരു ലെറ്റർ കൊണ്ടുവരികയാണ്. ആ ലെറ്ററിൽ എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക നോക്കിയാലോ. In that letter, the learned counselor had written that the bearer of the letter, Balthazar, so he called Portia, could be permitted to plead for Antonio as he was sick and unable to come by himself. Ready? അപ്പോൾ ആ ലെറ്ററിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? നമ്മുടെ ബെല്ലാരിയോ അല്ലേ, ഒരു ലേൺഡ് കൗൺസിലർ ആയിട്ടുള്ള ബെല്ലാരിയോ. ലേൺഡ് കൗൺസിലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു സ്കോളർ ആയിട്ടുള്ള ഒരു ലോയറാണ്, പഠിച്ചൊരു ലോയർ ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ബെല്ലാരിയോ. അപ്പോൾ ബെല്ലാരിയോ കൊടുത്തയച്ച കത്തിൽ എഴുതിയിട്ടുള്ളത് റിട്ടേൺ ദാറ്റ് ദ ബെയറർ ഓഫ് ദ ലെറ്റർ ബെൽത്തസാർ. ഈ ലെറ്റർ ബെയർ ചെയ്യുന്ന എന്ന് വെച്ചാൽ വഹിക്കുന്ന, ഈ ലെറ്റർ വഹിച്ചു കൊണ്ടുവരുന്ന ബെൽത്തസാർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക്. ബെൽത്തസാർ ആരാണ്? വേഷം മാറി വന്ന പോർഷ്യയാണ്. അപ്പോൾ ബെൽത്തസാർ ആയിട്ടുള്ള ആ ചെങ്ങായിക്ക് നമ്മുടെ ആൻറ്റോണിയോയ്ക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബെല്ലാരിയോ എഴുതിയിട്ടുള്ള ഒരു കത്തായിരുന്നു അത്. ബിക്കോസ് ഹി വാസ് സിക്ക് ആൻഡ് അൺഏബിൾ ടു കം ബൈ ഹിംസെൽഫ്. അപ്പോൾ നമ്മുടെ ബെല്ലാരിയോയ്ക്ക് വയ്യ, അസുഖമായതുകൊണ്ട് ഇവിടെ വാദിക്കാൻ വരാനൊന്നും വയ്യ. അതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മുടെ പോർഷ്യനെ കത്ത് വായിച്ചുകൊണ്ട് വരുന്ന ബെൽത്തസാർ എന്നുള്ള പേരിൽ അവിടെ പ്രസൻറ്റ് ചെയ്യാണ്. അങ്ങനെ ബെൽത്തസാർ ആയിട്ടുള്ള നമ്മുടെ പോർഷ്യയ്ക്ക് വാദിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൊടുക്കണം എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ബെല്ലാരിയോ പറയുന്നത്. ക്ലിയർ? And the Duke granted this, wondering at the youthful appearance of the stranger, and who was well disguised in her counselor's robes and large wig. അപ്പോൾ ഡ്യൂക്ക് എന്ത് ചെയ്യും? കുഴപ്പമൊന്നുമില്ല, വാദിച്ചോളൂ എന്ന് പറഞ്ഞ് ഗ്രാൻഡ് ചെയ്യും, അനുവദിക്കും. ബട്ട് wondering at the youthful appearance of the stranger. പക്ഷേ ആ ഒരു സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞാൽ അപരിചിതൻ അല്ലേ, നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരെയാണ് സ്ട്രേഞ്ചർ അല്ലെങ്കിൽ അപരിചിതൻ എന്ന് നമ്മൾ പറയാം. അപ്പോൾ ആ ഒരു അപരിചിതൻ്റെ ഒരു ലുക്ക് കണ്ടിട്ടല്ലേ, യൂത്ത്ഫുൾ അപ്പിയറൻസ്, വളരെ യുവാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്പിയറൻസ് കണ്ടിട്ട് നമ്മുടെ ഡ്യൂക്ക് തന്നെ അന്തം വിട്ടുകൊണ്ട്, വണ്ടർ അടിച്ചുകൊണ്ട്, ഇത് ആരാ അപ്പത്,
who was well disguised in her counselor's robes and large wig. അപ്പം അടിപൊളിയായിട്ട് നല്ല രീതിയിൽ വേഷം മാറി നല്ല കൗൺസിലറിൻ്റെ റോബും വലിയ വിഗൊക്കെ വെച്ചിട്ടാണ് ആര് വരുന്നത്? യെസ്, നമ്മുടെ പോർഷ്യ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഇത്ര ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഇത്രയും യൂത്ത് ആയിട്ടുള്ള ഏതാണ് ലോയർ എന്ന് ആലോചിച്ചിട്ട് നമ്മുടെ ഡ്യൂക്കനെ വളരെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. റെഡി? ആൻഡ് നൗ ബിഗൻ ദ ഇമ്പോർട്ടൻറ്റ് trial. Portia looked around and saw the merciless moneylender, and she saw Bassanio too, but he knew her not in her disguise. അങ്ങനെ നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രയൽ, ഒരു വിചാരണ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് പോർഷ്യ ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് സോ ദ merciless moneylender. അങ്ങനെ പോർഷ്യ ചുറ്റും നോക്കിയപ്പോൾ ആരെ കാണാണ്? merciless ആയിട്ടുള്ള ദയയില്ലാത്ത ഒരു മണി ലെൻഡറിനെ. ഓക്കെ, മണി ലെൻഡർ ആരാണ് ഇവിടെ? യെസ്, നമ്മുടെ ദയയില്ലാത്ത മണി ലെൻഡർ നമ്മുടെ ഷൈലോക്ക് ആണ് അല്ലേ. അപ്പോൾ ഷൈലോക്ക് ഇങ്ങനെ അവിടെ നിൽക്കുന്നത് നമ്മുടെ പോർഷ്യ കാണാണ്. ആൻഡ് ഷീ സോ ബസാനിയോ ടു. തൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ബസാനിയോയും കാണുന്നുണ്ട്. പക്ഷെ ബസാനിയോയ്ക്ക് പാവം നമ്മുടെ പോർഷ്യനെ മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പോൾ പോർഷ്യ നല്ല ബോയൊക്കെ ആയിട്ട് നല്ല ലുക്കിൽ വേഷമൊക്കെ കെട്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബസാനിയോയ്ക്ക് തൻ്റെ വൈഫിനെ മനസ്സിലാവുന്നില്ല. റെഡി? And she read the bond and turned around Shylock and told him that he had the right to his pound of flesh. Hearing it, Shylock felt happy. അങ്ങനെ നമ്മുടെ പോർഷ്യ ഇപ്പോൾ ബൽത്തസാർ ആയിട്ടുള്ള ഒരു പോർഷ്യ ഒരു ബോണ്ടൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കുകയാണ്. എന്നിട്ട് ഷൈലോക്കിൻ്റെ നേരെ നിന്ന് പറയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾക്ക് എന്തുണ്ട്? യെസ്, നിങ്ങൾക്ക് ഈ ഒരു ബോണ്ടിൽ അവകാശമുണ്ട്. അതുകൊണ്ട് ഷൈലോക്ക് പറഞ്ഞത് ശരിയാണ്. ഷൈലോക്ക് പറഞ്ഞ പോലെ ഷൈലോക്കിന് എന്ത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്? യെസ്, നമ്മുടെ 1 പൗണ്ട് ഓഫ് ഫ്ലഷ്, നമ്മുടെ ആൻറ്റോണിയോയുടെ 1 പൗണ്ട് ഫ്ലഷ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ക്ലിയർ? ഹിയറിങ് ഇറ്റ് ഷൈലോക്ക് ഫെൽറ്റ് ഹാപ്പി. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഷൈലോക്കിന് വളരെ ഹാപ്പി ആയില്ലേ. അപ്പോൾ എനിക്ക് അവകാശമുണ്ട്, 1 പൗണ്ട് ഫ്ലഷ് കിട്ടാനുള്ള അവകാശം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഷൈലോക്കിന് വളരെ ഹാപ്പിയായി. Ready? And she then spoke eloquently of the noble quality of the mercy. അങ്ങനെ ദയേനെ പറ്റിയിട്ട് എങ്ങനെയെങ്കിലും നമ്മുടെ ഷൈലോക്കിനെ ബ്രെയിൻ വാഷ് ചെയ്ത് എടുക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ദയേനെ പറ്റിയിട്ട് അല്ലേ, ദയേനെ പറ്റിയിട്ട്, മേഴ്സീനെ പറ്റിയിട്ട്, ഒരു ദയയുടെ ഗുണത്തിനെ പറ്റിയിട്ട് നമ്മുടെ പോർഷ്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ഇലക്വൻ്റായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും എന്ന് വെച്ചാൽ വളരെ ഫ്ലുവൻ്റായിട്ട് വാചാലമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്ത് അടിപൊളിയാണ് ദയ ഉണ്ടാവുക എന്നുള്ളത്. വളരെ വലിയൊരു കാര്യമാണ്. മറ്റുള്ളവരോട് ഹെൽപ്പ് ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് വളരെ മാന്യന്മാരുടെ ഒരു സ്വഭാവമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ദയ കാണിക്കണം എന്ന് പറഞ്ഞ് ദയേനെ പറ്റി പൊക്കി പറയാണ് നമ്മുടെ പോർഷ്യ. റെഡി? ഇറ്റ് വുഡ് ഹാവ് സോഫൻഡ് ദ ഹാർട്ട്സ് ഓഫ് ഓൾ എക്സ്പെക്ട് ദാറ്റ് ഓഫ് ഷൈലോക്ക്. അപ്പോൾ ആ കാര്യങ്ങൾ കേട്ടപ്പോൾ അവിടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ദയ തോന്നി. അയ്യോ പാവ ആൻറ്റോണിയോ എന്ന് എല്ലാവർക്കും തോന്നി. പക്ഷെ നമ്മുടെ ഷൈലോക്ക് മാത്രം അനങ്ങാൻ തയ്യാറല്ല അല്ലേ. ഒരിക്കലും ഷൈലോക്ക് എന്ത് ചെയ്യില്ല, ആൻറ്റോണിയോനെ വെറുതെ വിടൂല. Okay, she said that mercy dropped as the gentle rain from heaven upon the place beneath. Okay, അപ്പോൾ mercy എന്ന് പറയുന്നത്, ദയ എന്ന് പറയുന്നത്, യെസ്, ദൈവം നമ്മുടെ ആകാശത്ത് നിന്ന്, സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ചൊരിയുന്ന, ഡ്രോപ്പ് ചെയ്യുക അല്ലെ, ചൊരിയുന്ന ഒരു മഴയാണ്, ഒരു റെയിനാണ് നമ്മുടെ ദയ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം കനിഞ്ഞ് നൽകുന്ന ഒരു അനുഗ്രഹമാണ് ദയ. അപ്പോൾ ആ ദയ കാണിക്കാതിരിക്കരുത് എന്നാണ് നമ്മുടെ പോർഷ്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റെഡി? mercy was a double blessing and it blessed him that gave and him that received it. അപ്പോൾ മേഴ്സിക്ക് ഡബിൾ ബ്ലെസ്സിങ് ഉണ്ടെന്നാണ് പറയുന്നത്. ഡബിൾ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ നമ്മുടെ ദയ നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്. ആരൊക്കെയാണ് അനുഗ്രഹിക്കുന്നത്? It blessed him that gave and him that received it. അപ്പോൾ ദയ നൽകുന്ന ആളല്ലേ, the mercy that him that gave and him that received it. അപ്പം ദയ നൽകുന്ന ആളെയും ദയ സ്വീകരിക്കുന്ന ആളെയും മേഴ്സി ബ്ലെസ് ചെയ്യുന്നുണ്ട്. അപ്പം ദയ എന്നുള്ളത് നമ്മളെല്ലാവർക്കും കൊടുക്കേണ്ട, നമ്മളെ കൂടെയുള്ള ആൾക്കാർക്ക്, നമ്മുടെ സഹജീവികൾക്കൊക്കെ കൊടുക്കേണ്ട ആളാണ്. ഓക്കെ, കൊടുക്കേണ്ട കാര്യമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരോട് ദയയായിട്ട് ഇരിക്കണം. ഓക്കെ, റെഡി? ആൻഡ് ഇറ്റ് വാസ് ആൻ അട്രിബ്യൂട്ട് ഓഫ് ഗോഡ് ഹിംസെൽഫ്. അത് ദൈവത്തിൻ്റെ തന്നെ ഒരു
ഗുണമാണ്. യെസ് വീഗൾ മിസ് കണ്ടിട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻസ് അല്ലേ, അപ്പോൾ ലാസ്റ്റ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഉദ്ദേശിക്കുന്നത്? ക്യാരക്ടേഴ്സ് സ്കെച്ച് എഴുതാനാണോ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ കോൺവെർസേഷൻ ആണോ, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അതൊന്ന് പറ കേട്ടോ. മിസ്സിന് മനസ്സിലായില്ല എന്താണ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞപ്പം. ഓക്കെ, റെഡി? ഓക്കെ, അപ്പോൾ അയ്യോ കാണാനില്ലല്ലോ ആളെ ഇപ്പോൾ. എനി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസോ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് അല്ലേ, ആൻറ്റോണിയോയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. അതുപോലെ അതുപോലെ നമ്മുടെ പോർഷ്യയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. അതുപോലെ നമ്മുടെ നമ്മുടെ ഷൈലോക്കിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. ഇതൊക്കെ മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായല്ലോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ വേണ്ടി പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്യാരക്ടർ സ്കെച്ച് പഠിക്കുക. പിന്നെ വില്യം ഷേക്സ്പിയറുടെ ഈ സ്റ്റോറീനെ പറ്റിയിട്ട് നമ്മൾ ഈ ഒരു സമ്മറി തന്നെ നന്നായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ പറ്റുമല്ലേ. അപ്പോൾ അതിലെ ഇൻസിഡൻസ്, നമ്മൾ ഓരോ പാരഗ്രാഫ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ലേ. അപ്പോൾ അതൊന്നൊക്കെ എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ചാപ്റ്റർ നന്നായിട്ട് അറിഞ്ഞിരിക്കുക, അതിലെല്ലാ ഇവൻറ്റ്സും നമ്മൾ അറിഞ്ഞിരിക്കാം. ഈ ഇവൻറ്റ്സ് അറിഞ്ഞാൽ തന്നെ നമുക്ക് ഏത് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിച്ചാലും, അതുപോലെ തന്നെ എസ്സേ ചോദിച്ചാലും, സ്പീച്ച് ചോദിച്ചാലും, ഓക്കെ, എന്തോ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. റെഡി? അപ്പം മേഴ്സി. ഓക്കെ, ഇവിടെ മേഴ്സീനെ പറ്റിയിട്ടാണ് നമ്മുടെ ആര് പറയുന്നത്? നമ്മുടെ പോർഷ്യ പറയുന്നത്. അപ്പോൾ മേഴ്സി വാസ് എ ഡബിൾ ബ്ലെസ്സിങ്. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ആൻസർ ചെയ്താൽ? മിസ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻസർ വൈ പോർഷ്യ സെഡ് ദാറ്റ് മേഴ്സി വാസ് എ ഡബിൾ ബ്ലെസ്സിങ്. ആൻസർ ഒന്ന് എല്ലാവരും പറഞ്ഞു. വീഗൾ തന്നെ പറയണം കേട്ടോ, വീഗൾ തന്നെ പറയണം. എന്താണ് ആൻസർ? ഇതാ പാരഗ്രാഫിൽ തന്നെ ഉണ്ട്, മിസ് പാരഗ്രാഫ് അവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്, ഓക്കെ, മേഴ്സി വാസ് എ ഡബിൾ ബ്ലെസ്സിങ്. വൈ പോർഷ്യ സെഡ് ലൈക്ക് ദാറ്റ്? എന്തുകൊണ്ടാണ് പോർഷ്യ അങ്ങനെ പറയുന്നത്? ബിക്കോസ് ഇറ്റ് ബ്ലെസ് ഹിം ദാറ്റ് ഗേവ് ആൻഡ് ഹിം ദാറ്റ് റിസീവ്ഡ് ഇറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ബ്ലെസ്സിങ്സ് കൊടുക്കുന്ന നമ്മൾ മേഴ്സി കൊടുക്കുന്ന ആൾ, ദയ കാണിക്കുന്ന ആളും ദയ റിസീവ് ചെയ്യുന്ന ആളെയും അത് എന്ത് ചെയ്യും? യെസ്, എവിടെ ഗേൾ? എവിടെ നമ്മുടെ വീഗൾ? എവിടെ കാണാനില്ലല്ലോ. അപ്പോൾ വീഗൾ പോയോ? യെസ്, എവിടെ? ഓക്കെ, റെഡി? നമുക്ക് എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. ഗ്രേറ്റ് കിങ്സ് ഹാവ് ഓൾവേസ് ഷോൺ മേഴ്സി. അപ്പോൾ വലിയ വലിയ രാജാക്കന്മാരൊക്കെ എപ്പോഴും എന്ത് കാണിക്കാറുണ്ടായിരുന്നു? ദയ കാണിക്കാറുണ്ടായിരുന്നു മറ്റുള്ളവരോട്, അല്ലെങ്കിൽ അവരുടെ പ്രജകളോട് എന്ത് കാണിക്കാറുണ്ടായിരുന്നു? യെസ്, മേഴ്സി കാണിക്കാറുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് ആൻ ആട്രിബ്യൂട്ട് ഓഫ് ഗോഡ് ഹിംസെൽഫ്. അത് ദൈവത്തിൻ്റെ തന്നെ ഒരു ആട്രിബ്യൂട്ടാണ്, ഒരു ഗുണമാണ്, ഒരു ക്വാളിറ്റി ആണ് അല്ലേ. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ആണ്, അല്ലെങ്കിൽ ഒരു ഗുണമാണ്. റെഡി? ഓക്കെ, ഇവിടെ നമ്മുടെ വീഗൾ ആൻസർ പറഞ്ഞില്ലല്ലോ. വൈ പോർഷ്യ സെഡ് ദാറ്റ് മേഴ്സി വാസ് എ ഡബിൾ ബ്ലെസ്സിങ്? അതിൻ്റെ ആൻസർ എവിടെ? ആൻസർ കിട്ടിയില്ല കേട്ടോ. ഓക്കെ, അറിയുന്നവരൊക്കെ പറഞ്ഞോളൂ. ഷീ ആസ്ക്ഡ് ഷൈലോക്ക് ടു റിമെമ്പർ ദാറ്റ് ആസ് വെൽ all prayed for mercy from God and we were bound to be merciful to our fellow beings. അങ്ങനെ നമ്മുടെ പോർഷ്യ നമ്മുടെ ഷൈലോക്കിനോട് ചോദിക്കുകയാണ്, നീ ഒന്ന് ഓർക്കണം, നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്നല്ലേ എന്നും ഈവനിങ് നമ്മളെല്ലാവരും പോയിട്ട് ആരോട് പ്രാർത്ഥിക്കുന്നതാണ്? ദൈവത്തിൽ നിന്ന് ദയ കിട്ടണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ നമ്മളെ ബൗണ്ട് ചെയ്യുക അല്ലേ, നമ്മുടെ ബാധ്യതയാണ്, നമ്മൾ ബാധ്യസ്ഥനാണ്, അല്ലെങ്കിൽ നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ഡ്യൂട്ടിയാണ് ടു ബി മേഴ്സിഫുൾ ടു അവർ ഫെലോ ബീങ്സ്. നമ്മുടെ സഹജീവികളോട്, മറ്റുള്ളവരോട് മേഴ്സിഫുൾ ആവുക, ദയയുള്ളവരാവുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എന്നുള്ളതാണ് നമ്മുടെ പോർഷ്യ പറയുന്നത്. ഓക്കെ, ആൻഡ് ബട്ട് ഷൈലോക്ക് ഇൻസിസ്റ്റഡ് ഓൺ ഗെറ്റിംഗ് ദ പെനാൾട്ടി സ്റ്റേറ്റഡ് ഇൻ ദ ബോണ്ട്. പക്ഷേ നമ്മുടെ ഷൈലോക്കിനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, ഷൈലോക്ക് ഒരിക്കലും തയ്യാറാവുന്നില്ല. ഷൈലോക്ക് നിർബന്ധം പിടിക്കുകയാണ്. ഇൻസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫേമായിട്ട് നിൽക്കുക, ഫേം ഡിസിഷൻ എടുക്കുക, അല്ലെങ്കിൽ നിർബന്ധം പിടിക്കുക, ഉറച്ചു നിൽക്കുക എന്നുള്ള മീനിങ് ഒക്കെയാണ്. അപ്പോൾ ഫേമായിട്ട് പറയാണ്, ഇല്ല അത് നടക്കൂല, എനിക്ക് ദയ വേണ്ട, എനിക്ക് ദയ കൊടുക്കണ്ട, എനിക്ക് ആ ബോണ്ടിൽ പറഞ്ഞിട്ടുള്ള എന്ത് മതി? പെനാൽറ്റി മതി, പിഴ മതി, എനിക്ക് ആ ഒരു പൗണ്ട് ഫ്ലഷ് എനിക്ക് ആൻറ്റോണിയോയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയാൽ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട എന്നാണ് നമ്മളെ പോർഷ്യ പറയുന്നത്. ഈസ് ഹി നോട്ട് ഏബിൾ ടു പേ ദ മണി ആസ് ദ യങ് ലോയർ ബെൽത്തസാർ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് പണം തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ അല്ലേ, എന്ത് ചെയ്യും? ആസ് ദ യങ് ലോയർ ബെൽത്തസാർ. ഓക്കെ,
Bassanio then offered him the 3,000 ducats as many times over as he should desire. അപ്പോൾ പാവം നമ്മുടെ ബെസാനിയോ പറയും, നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും എത്ര അധികം വേണമെങ്കിലും നിങ്ങൾക്ക് ഞാൻ പൈസ തരാം ഷൈലോക്ക് എന്ന് എൻ്റെ ഫ്രണ്ടിനോട് ദയ കാണിക്കൂലേ. ആൻഡ് ഓഫേർഡ് ഹിം ദ 3,000 ducats as many times over as he should desire. അവൻ ആഗ്രഹിക്കുന്ന അത്ര തവണ പൈസ ഞാൻ നിനക്ക് അധികം തിരിച്ചു തരാം, എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് വെറുതെ വിടണം. ഓക്കെ, ഒന്ന് വെറുതെ വിടണം എന്നുള്ള കാര്യമാണ് നമ്മുടെ ബെസാനിയോക്ക്. ഓക്കെ, യെറ്റ് ഷൈലോക്ക് റെഫ്യൂസ്ഡ് ഇറ്റ്. എന്നാലും നമ്മുടെ ഷൈലോക്ക് പറയും, ഇല്ല പറ്റൂല, എനിക്ക് എന്തെന്നെ മതി, യെസ് എനിക്ക് ഫ്ലഷ് തന്നെ മതി. ഇയാൾക്ക് എന്തിനാണാവോ ഈ ഫ്ലഷ് ഇല്ല, ഇയാൾ വീണ്ടും വീണ്ടും നിർബന്ധം പിടിക്കുക, എനിക്ക് പൈസ വേണ്ട, എനിക്ക് ഫ്ലഷ് തന്നെ മതി. ഹി സ്റ്റിൽ ഇൻസിസ്റ്റഡ് അപ്പോൺ ഹാവിങ് എ പൗണ്ട് ഓഫ് ആന്റോണിയോസ് ഫ്ലഷ്. അപ്പോൾ വീണ്ടും നമ്മുടെ ഷൈലോക്ക് ഇൻസിസ്റ്റ് ചെയ്യാണ്, നിർബന്ധം പിടിക്കുകയാണ്. അപ്പോൺ ഹാവിങ് എ പൗണ്ട് ഓഫ് ആന്റോണിയോസ് ഫ്ലഷ്. ഓക്കെ, ഫ്ലഡ് അല്ല ഗൈസ്, ഫ്ലഷ്. ഓക്കെ, അപ്പോൾ എനിക്ക് ആന്റോണിയോയുടെ ഫ്ലഷ് തന്നെ മതി, മാംസം തന്നെ മതി എന്ന് നമ്മുടെ ഷൈലോക്ക് വാശി പിടിക്കുകയാണ്. The young counselor now wanted Shylock to let her have a look at the bond once again. അപ്പോൾ വീണ്ടും നമ്മുടെ ബെൽത്തസാർ ആയിട്ടുള്ള പോർഷ്യ ചോദിക്കും, ഞാൻ ഒന്നും കൂടി ആ ബോണ്ട് ഒന്ന് നോക്കട്ടെ, ഒന്ന് എന്നെ ആ ബോണ്ട് നോക്കാൻ ഒന്നും കൂടി എന്നെ അനുവദിക്കണം എന്ന് പറയും. When she had read it, she said, "Oh, this bond is forfeited, and by this the moneylender lawfully claims a pound of flesh to be cut off by him nearest Antonio's heart." Okay, അപ്പോൾ ഈ ബൗണ്ട് എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഫോർഫീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ, കണ്ടുകെട്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കണ്ടുകെട്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിയമപ്രകാരം ഈ പണമിടപാടുകാരനായിട്ടുള്ള ഈ ഷൈലോക്കിന് 1 പൗണ്ട് ഫ്ലഷിൽ അവകാശമുണ്ട്. ആൻഡ് ഹി ക്യാൻ കട്ട് ഓഫ് ബൈ ഹിം നിയറസ്റ്റ് ആന്റോണിയോസ് ഹാർട്ട്. ആന്റോണിയോയുടെ ഹൃദയത്തിൻ്റെ അടുത്ത് നിന്നുള്ള ഭാഗത്ത് നിന്ന് തന്നെ ആ ഒരു മാംസം, ആ ഒരു ഫ്ലഷ് കട്ട് ചെയ്തെടുക്കാനുള്ള അവകാശം ആർക്കുണ്ട്? യെസ്, നമ്മുടെ ഷൈലോക്കിന് ഉണ്ട്. ഓക്കെ, നിയമപ്രകാരം നമ്മുടെ ഷൈലോക്കിന് ആ ഒരു മാംസം കട്ട് ചെയ്തെടുക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. സോ ദെൻ ഹി സെഡ് ടു ഷൈലോക്ക്, "Be merciful, take the money and bid me tear the bond." എന്നിട്ട് പോർഷ്യ പറയും, നിങ്ങൾ ഒന്ന് ദയയുള്ളവനാവൂലേ, ബി മേഴ്സിഫുൾ, ദയ കാണിക്കും, എന്നിട്ട് ആ പൈസ സ്വീകരിച്ചിട്ട് എന്നെ ഈ ബോണ്ട് ടിയർ ചെയ്യാൻ, കീറി എറിയാൻ വേണ്ടിയിട്ട് ഒന്ന് എന്നെ അനുവദിക്കൂ. നിങ്ങൾ എന്താവൂ? യെസ്, ഒന്ന് ദയയുള്ള ആളായിട്ട് മാറും. But no mercy would the cruel Shylock show. He said, "By my soul I swear, no man can persuade me to change my mind." ഓക്കെ, പക്ഷെ നമ്മുടെ ഷൈലോക്ക് എന്ത് ചെയ്തില്ല? ഒരു ദയയും കാണിക്കാൻ വേണ്ടിയിട്ട്, ഒരു മേഴ്സിയും കാണിക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നില്ല. എന്നിട്ട് പറയാണ്, എൻ്റെ ആത്മാവാണ്, എൻ്റെ സോളാണ് സത്യം, ഞാൻ സത്യം ചെയ്യാണ്, ഒരാൾക്കും എൻ്റെ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് എന്നെ പിന്മാറ്റാൻ പ്രേരിപ്പിക്കാൻ കഴിയില്ല. എനിക്ക് ആന്റോണിയോയുടെ ഫ്ലഷ് തന്നെ മതിയില്ലേ. പെർസ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക. ഓക്കെ, റെഡി? ക്ലിയർ ആണെങ്കിൽ എല്ലാവരും കുറച്ച് യെല്ലോ ഹാർട്ട്സ് തന്നെ. എല്ലാവരും വേഗം പോയി നമ്മുടെ ലൈവൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേ. പവർ വരട്ടെ. നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ, യെസ്, നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ ആ സോങ് ഒക്കെ സെറ്റാണ്. നമ്മളിതാ സോങ് ഒക്കെ സെറ്റാണ്. നിങ്ങളൊരു 250 ആളായി കഴിഞ്ഞാൽ മിസ് എന്തായാലും സോങ് പാടും. ഓക്കെ, പാടിയിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ വേഗം ഷെയർ ചെയ്തോളൂ. എന്നിട്ട് നമ്മളിതാ നെക്സ്റ്റ് പാട്ടിലേക്ക് പോവാണ്. ഓക്കെ, റെഡി ആണോ? വേഗം എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പോൾ ആ ഒരു കൗണ്ട് മിസ് പറഞ്ഞ ടാർഗറ്റ് നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ മിസ് അപ്പം പാട്ട് വരും. റെഡി? നൗ ആന്റോണിയോ സെഡ്, "Balthasar, you must prepare your bosom for the knife." അപ്പോൾ ബെൽത്തസാർ നമ്മുടെ പോർഷ്യ ആന്റോണിയോനോട് പറയും, നിങ്ങളുടെ ആ ഒരു ബോസം എന്ന് പറഞ്ഞാൽ നെഞ്ചാണ് അല്ലേ, ആ ഒരു നെഞ്ച് കത്തിക്ക് വേണ്ടി റെഡി ആക്കിക്കോളൂ, എന്ന് വെച്ചാൽ ചാവാൻ വേണ്ടി റെഡി ആയിക്കോളൂ എന്ന് നമ്മുടെ ബെൽത്തസാറ് ആരോട് പറയും? യെസ്, നമ്മുടെ ആന്റോണിയോനോട് പറയും. യെസ് റിച്ചാ, ഹായ് റിച്ചാ. ഓക്കെ, while Shylock was sharpening the long knife and feeling its sharp edge, Balthasar asked Antonio, "Have you got anything to say?" അപ്പോൾ നമ്മുടെ ക്രൂരനായിട്ടുള്ള ഷൈലോക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? യെസ്, നമ്മുടെ കത്തി ഇങ്ങനെ ഷാർപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഷാർപ്പ് ചെയ്യുന്നതിൻ്റെ ആ ഒരു എഡ്ജ് ഇങ്ങനെ ഷാർപ്പായി വരുന്നതിൻ്റെ ആ ഒരു ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ, നല്ല ഇങ്ങനെ മൂർച്ചയായിട്ട് വരുന്നുണ്ട്, കുത്തി കൊല്ലാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ ബെൽത്തസാർ നമ്മുടെ ആന്റോണിയോനോട് ചോദിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഹാവ് യു ഗോട്ട് എനിത്തിങ് ടു സേ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആന്റോണിയോ കാംലി സെറ്റ്. അപ്പോൾ ആന്റോണിയോ വളരെ ശാന്തനായിട്ട് കാമായിട്ട് പറയും,
I have but little to say. I have prepared my mind to die. I have but little to say എന്ന് പറഞ്ഞാൽ I have nothing to say. എനിക്ക് ഒന്നും പറയാനില്ല. I prepared my mind to die. ഞാൻ മരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിനെ റെഡിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഒന്നും പറയാനില്ല എന്നാണ് നമ്മുടെ ആൻ്റോണിയോ പറയുന്നത്. അപ്പോൾ ആൻ്റോണിയോ പാവം ഇനിയിപ്പോൾ എന്തായാലും മരിക്കുമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് ആൾ. അപ്പോൾ ആൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്നാൽ കൊല്ലണമെങ്കിൽ ഒന്ന് വേഗം കൊന്നോട്ടെ എന്നുള്ള മൈൻഡിലാണ് നമ്മുടെ ആൻ്റോണിയോ. സോ ദെൻ ഹി ടേൺ ടു ബെസാനിയോ ആൻഡ് സെഡ്, "Give me your hand, Bassanio. Fare you well. Grieve not that I have fallen into this misfortune for your sake. Tell my regards to your honorable wife and how I had loved you." അപ്പോൾ ബെസാനിയോൻ്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് നമ്മുടെ ആൻ്റോണിയോ പറയാണ്, "Give me your hand. നിൻ്റെ കൈ എനിക്ക് തരൂ. Fare you well. ഓക്കെ, നിനക്ക് നല്ലത് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഗ്രീവ് അല്ലേ, ഗ്രീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുക. ഗ്രീവ് യു നോട്ട്, ദുഃഖം. ഓക്കെ, അപ്പോൾ നീ നിൻ്റെ ബെനഫിറ്റിന് വേണ്ടിയിട്ടാണ്, ഫോർ യുവർ സേക്ക് അല്ലേ, നിൻ്റെ ബെനഫിറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മിസ്ഫോർച്യൂണിൽ, ഈ ഒരു ബാഡ് ലക്കിൽ, ഈ ഒരു നിർഭാഗ്യത്തിൽ വീണതെന്ന് നീ ഒരിക്കലും ദുഃഖിക്കരുത്. നിനക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ. ഓക്കെ ഓക്കെ, കണ്ടിട്ടുണ്ട് കേട്ടോ സ്കേറ്റർ ബോയ്. ഹായ്. ഓക്കെ, യെസ്, വീഗൾ പിന്നെയും വന്നല്ലോ. എവിടെ പോയിരുന്നു? കുറച്ച് നേരമായിട്ട് കാണാനില്ലായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ ദാ നമ്മളുടെ യെസ്, ടെൽ മൈ റിഗാർഡ്സ് ടു യുവർ ഓണറബിൾ വൈഫ് ആൻഡ് ഹൗ ഐ ഹാഡ് ലവ്ഡ് യു. അപ്പം നീ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ നിൻ്റെ സേക്കിന് വേണ്ടി, നിൻ്റെ ബെനഫിറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്. യെസ്, ഞാൻ ഇങ്ങനെ ഈ ഒരു മിസ്ഫോർച്യൂണിലേക്ക് വീഴേണ്ടി വന്നത്, എനിക്ക് മരിക്കേണ്ടി വന്നതെന്ന് ആലോചിച്ച് നീ ഒരിക്കലും വിഷമിക്കരുത്. നീ നിൻ്റെ ഓണറബിൾ ആയിട്ടുള്ള ഒരു ആദരവണിഞ്ഞിട്ടുള്ള, എന്ന് വെച്ചാൽ വളരെ ഓണറബിൾ ആയിട്ടുള്ള, വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരാളെന്നുള്ള മീനിങ് ആണ്. അപ്പോൾ നിൻ്റെ ഭാര്യയോട് എൻ്റെ റിഗാർഡ്സൊക്കെ, എൻ്റെ അന്വേഷണം നീ അറിയിക്കണം. ആൻഡ് tell her that how I had loved you. അപ്പോൾ അവളോട് പറയണം, ഞാൻ നിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ആൻ്റോണിയോ നിന്നെ എത്ര സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യം നീ അവളോട് പറയണം. ഓക്കെ, റെഡി? ഓക്കെ. In the deepest agony, Bassanio replied, "Antonio, I am married to a wife who is as dear to me as life itself." അപ്പോൾ വളരെ ആഴത്തിലുള്ള യാതനയോടല്ലേ, അഗണി എന്ന് പറഞ്ഞാൽ യാതന, വളരെ സങ്കടത്തോടുകൂടി, യാതനയോടുകൂടി നമ്മുടെ ബെസാനിയോ പറയും, "ആൻ്റോണിയോ, ഐ ആം മാരീഡ് ടു എ വൈഫ്." ആൻ്റോണിയോ, ശരിയാണ്, ഞാനൊരു ഭാര്യനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. "Who is as dear to me as life itself." ശരിയാണ്, അവൾ എനിക്ക് എൻ്റെ ജീവൻ പോലെ പ്രിയപ്പെട്ടവളാണ്. And who is as dear as me as itself? But life itself, my wife and all the world are not considered by me above your life. പക്ഷെ എൻ്റെ ജീവിതവും എൻ്റെ ഭാര്യയും ഒന്നും എന്ത് ചെയ്യില്ല, നിന്നെക്കാൾ, ഈ ലോകത്തിലൊന്നും എനിക്ക് നിന്നേക്കാൾ വലുതല്ല. ഞാൻ നിന്നേക്കാളും നിൻ്റെ ജീവനേക്കാളും വലുതായിട്ട് ഈ ലോകത്തിൽ ഒന്നിനെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് നമ്മുടെ യെസ് മിസ് വ്യൂസ് കാണുന്നുണ്ട്. ഓക്കെ, പക്ഷേ 50-50. ഓക്കെ, അപ്പോൾ എന്താണ്, ഞാൻ നിന്നെക്കാളും വലുതായിട്ട് ഈ ലോകത്ത് ഞാൻ ഒന്നിനെയും കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് ആര് പറയുന്നത്? യെസ്, നമ്മുടെ ബെസാനിയോ പറയുന്നത്. "I am willing to lose all. I would sacrifice everything to this devil here to save you." ഓക്കെ, ഞാൻ എല്ലാം നഷ്ടപ്പെടുത്താൻ വേണ്ടി ഞാൻ തയ്യാറാണ്, എനിക്കുള്ളത് എന്തും നഷ്ടപ്പെടുത്താൻ വേണ്ടി ഞാൻ തയ്യാറാണ്. And I would sacrifice everything to this devil here to save you. ഈ ഒരു പിശാച് ആരാണ് ഇവിടെ? ഡെവില്. യെസ്, നമ്മുടെ ഷൈലോക്ക് ആണല്ലേ. ഈ ഷൈലോക്കിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തും സാക്രിഫൈസ് ചെയ്യാൻ, എന്തും ത്യജിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാണ് എൻ്റെ സുഹൃത്തെ. എനിക്ക് നിന്നേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല എന്നാണ് ആര് പറയുന്നത്? യെസ്, നമ്മുടെ ബെസാനിയോ പറയുന്നത്. Shylock now cried out impatiently, "We are wasting time, I pray, pronounce the sentence." Every heart was full of grief for Antonio. അപ്പോൾ ഷൈലോക്കിന് ഇതൊക്കെ കേട്ടിട്ട് ആകെ അക്ഷമയായിരിക്കുകയാണ്. ഇംപേഷ്യൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ അക്ഷമനായി അല്ലേ. ഓക്കെ, വളരെ ക്ഷമയില്ലാതെ ഇരിക്കുകയാണ്. നമ്മളിത് വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നമ്മൾ യെസ് സംഗീത ഓക്കെ, അപ്പോൾ നമ്മളിത് വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സമയം കളയാണ്. ഐ പ്രേ എന്ന് പറഞ്ഞാൽ ഐ സേ. പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ അനൗൺസ് ദ സെൻറ്റൻസ്, ദ ജഡ്ജ്മെൻറ്റ്. ഓക്കെ, അപ്പം ഞാൻ പറയാണ്, നിങ്ങൾ വേഗം ഒന്ന് വിധി പ്രഖ്യാപിക്കുക, അല്ലാതെ വെറുതെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു നടന്നിട്ട് കാര്യമൊന്നുമില്ല. വേഗം നിങ്ങൾ വിധി പ്രഖ്യാപിക്കും. Every heart was full of grief for Antonio. പക്ഷേ നമ്മുടെ ഷൈലോക്ക് മാത്രമേ ഇങ്ങനെ പറയുന്നുള്ളൂ. ബാക്കി അവിടെ ഉള്ള കൂടിയിട്ടുള്ള ആൾക്കാരൊക്കെ എന്തായിരുന്നു? യെസ്, വളരെ ഗ്രീഫായിരുന്നു. അവരുടെ മനസ്സിലൊക്കെ വളരെ ദുഃഖമായിരുന്നു. നമ്മുടെ ആൻ്റോണിയോ. As
the judgment was going to be announced, the young lawyer asked Shylock if there was balances to weigh the flesh. അപ്പോൾ ആ ജഡ്ജ്മെന്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് അത് അനൗൺസ് ചെയ്യാൻ പോവാണ്. എന്താണ് നമ്മുടെ പൗണ്ട് കൊടുക്കണം എന്ന് അനൗൺസ് ചെയ്യാൻ പോകുമ്പോൾ ലോയർ നമ്മളോട് ചോദിക്കും, നമ്മുടെ ഷൈലോക്കിനോട് ചോദിക്കും, ഈ ഒരു പൗണ്ട് ഫ്ലഷ് എന്നല്ലേ പറഞ്ഞത്, ഇത് വെയിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ആ വെയിറ്റ് കണക്കാക്കാൻ വേണ്ടി നിങ്ങൾ ബാലൻസ് ത്രാസ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഓക്കെ, Shylock said that he had them ready. അപ്പോൾ നമ്മുടെ ഷൈലോക്ക് വേഗം വീട്ടിൽ നിന്ന് ത്രാസ് എടുത്തിട്ട് പറയും, അതൊക്കെ സെറ്റ്, അതൊക്കെ റെഡിയാണ്, ത്രാസൊക്കെ ഇവിടെ റെഡിയാണ്, വേഗം കട്ട് ചെയ്ത് തൂക്കിയാൽ മാത്രം മതി, ത്രാസൊക്കെ ഇവിടെ റെഡിയാണ്. ഓക്കെ, the lawyer also asked him if he had called a doctor lest Antonio bleeds to death. ഓക്കെ, എന്നിട്ട് ലോയർ വീണ്ടും ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അല്ലേ, ലെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ലെങ്കിൽ എന്നുള്ള മീനിങ് ആണ്. ഇല്ലെങ്കിൽ നമ്മുടെ ആന്റോണിയോ എന്തായി പോകും? ബ്ലീഡ്സ് ടു ഡെത്ത് അല്ലേ, ചോര വാർന്ന് മരിച്ചു പോകും. Shylock said no and added that it was not written in the bond. ഷൈലോക്ക് പറയും, ഇല്ല, ഞാൻ ഡോക്ടറെ ഒന്നും വിളിച്ചിട്ടില്ല, കാരണം അത് ബോണ്ടിൽ എഴുതിയിട്ടില്ല. യെസ് ആരവ്, ഹായ് ആരവ്, ബോണ്ടിൽ എഴുതിയിട്ടില്ല, ബോണ്ടിലില്ലാത്ത കാര്യം ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇയാൾ മരിച്ചു പോയാൽ എനിക്ക് പോയപ്പോൾ ഞാൻ ഡോക്ടറെ ഒന്നും വിളിച്ചിട്ടില്ല, അത് ബോണ്ടിലില്ല. ഓക്കെ, അപ്പോൾ ഇതാ മിസ് ഒന്നും കൂടി നമ്മുടെ ബാച്ചിൻ്റെ കാര്യം ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്കിതാ ഫെബ്രുവരി 5 വരെയേ ഉള്ളൂ, ഇനി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ റിവിഷൻ ബാച്ച് ഫ്രീ അല്ല, റിവിഷൻ ബാച്ച് ഫ്രീ ആയിരുന്നു എന്ന് ആലോചിച്ചിട്ട് പിന്നെ നിങ്ങൾ ആലോചിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇനി സമയം വളരെ കുറച്ചാണ്. അപ്പോൾ വേഗം ആലോചിച്ചിട്ട് ബുദ്ധിപൂർവ്വമായിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ബാച്ചിലേക്ക് ക്ലാസ് 9 ആൽഫ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് 8 റിവിഷൻ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. റെഡി അല്ലേ? അപ്പോൾ നിങ്ങൾ ബാച്ചിൻ്റെ കാര്യം പ്ലീസ് റിമെമ്പർ. ഓക്കെ, ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, റെഡി? ഓക്കെ, അങ്ങനെ ബെൽത്തസാർ റിപ്ലൈഡ്, ഇറ്റ് ഈസ് നോട്ട് സോ നെയിംഡ് ഇൻ ദ ബോണ്ട്, but what of that, it was good if you did so much for the sake of charity. ഓക്കെ, അപ്പോൾ ബെൽത്തസാർ പറയും, അങ്ങനെയൊന്നും ചിലപ്പോൾ ബോണ്ടിൽ എഴുതിയിട്ടുണ്ടാവില്ല, പക്ഷെ അതിനെന്താണ്, നിങ്ങളൊരു ചാരിറ്റീൻ്റെ പേരിലെങ്കിലും അല്ലേ, ഒരു അനുകമ്പയുടെ പേരിലെങ്കിലും നിങ്ങൾ ആ ഒരു കാര്യം ചെയ്തിരുന്നെങ്കിൽ അത് വളരെ നല്ലതായിരുന്നു. അപ്പോൾ ബോണ്ടിൽ എഴുതിയിട്ടൊന്നും ഉണ്ടാവില്ല ഡോക്ടറെ കൊണ്ടുവരണമെന്ന്, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ദയേൻ്റെ പേരിൽ, ആ ഒരു ചാരിറ്റീൻ്റെ പേരിൽ, അനുകമ്പയുടെ പേരിലെങ്കിലും അത്രയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു. Okay, to this Shylock answer, I cannot find it. It is not in the bond. അപ്പോൾ ഷൈലോക്ക് ആകെ ഒരു മറുപടി പറഞ്ഞിട്ടുള്ളൂ, എനിക്കത് ബോണ്ടിൽ കാണാൻ പറ്റുന്നില്ല, എനിക്കത് ബോണ്ടിൽ കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല, ഞാൻ ഡോക്ടറെ വിളിക്കണം എന്നുള്ള കാര്യമൊന്നും ബോണ്ടിലില്ല, ബോണ്ടിലുള്ള കാര്യം മാത്രമേ ഞാൻ ചെയ്യൂ എന്നുള്ളൂ എന്നാണ് നമ്മുടെ ഷൈലോക്ക് പറയുന്നത്. ഓക്കെ, then said Balthazar, a pound of Antonio's flesh is yours. അപ്പോൾ ബെൽത്തസാർ നമ്മുടെ പോഷയാണ്, ബെൽത്തസാർ മറന്നു പോകരുത്, ബെൽത്തസാർ ആരാണ്? നമ്മുടെ പോഷയാണ്. അപ്പോൾ ബെൽത്തസാർ പറയും, a pound of flesh is yours, the law allows it and the court awards it, and you may cut this flesh from off his chest. Yes, ഓക്കെ, നിങ്ങൾക്കാണ് ഈ ഒരു പൗണ്ട് ഓഫ് ഫ്ലഷ് എന്താണ്, നിങ്ങളതാണ്, ലോ അത് അനുവദിക്കുന്നു, നിങ്ങൾക്കത് നമ്മുടെ കോടതി നിങ്ങൾക്കത് അനുവദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഹൃദയത്തിൻ്റെ, നമ്മുടെ ആന്റോണിയുടെ ഹൃദയത്തിൻ്റെ ആ പാർട്ടിൽ നിന്ന് തന്നെ, ആ ചെസ്റ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 1 കിലോ ഫ്ലഷ് നിങ്ങൾക്ക് മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ബട്ട് ദിസ് ബോണ്ട് ഹിയർ ഗിവ്സ് യു നോ ഡ്രോപ്പ് ഓഫ് ബ്ലഡ്. പക്ഷേ ഈ ബോണ്ടിൽ എന്തില്ല, ഒരു ഡ്രോപ്പ് പോലും. യെസ്, അവിടെ ട്വിസ്റ്റ് വന്നല്ലേ, അവിടെ ലൂപ്പ് ഹോൾ ആര് കണ്ടുപിടിച്ചു? യെസ്, നമ്മുടെ പോഷയായിട്ടുള്ള ബെൽത്തസാർ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ബെൽത്തസാർ പറയാണ്, ബോണ്ടിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഫ്ലഷ് വേണമെങ്കിൽ മുറിച്ചെടുക്കാം, പക്ഷെ അതിലെന്തില്ല, നോ ഡ്രോപ്പ് ഓഫ് ബ്ലഡ്, ഒരു തുള്ളി ബ്ലഡ് പോലും നിങ്ങൾക്ക് അതിൽ അവകാശപ്പെട്ടതല്ല. ഓക്കെ, ദ വേർഡ്സ് ക്ലിയർലി ആർ എ പൗണ്ട് ഓഫ് ഫ്ലഷ്. ഓക്കെ, അതിൽ എഴുതിയിരിക്കുന്നത് ക്ലിയർ ആയിട്ടൊരു പൗണ്ട് ഓഫ് ഫ്ലഷ് എന്നാണ്. ഒരു ഡ്രോപ്പ് പോലും, യെസ് സൈക്കോ ആണല്ലേ ഷൈലോക്ക്, ഒരു ഡ്രോപ്പ് പോലും ബ്ലഡ് നിങ്ങൾക്ക് കിട്ടില്ല. ഇഫ് ഇൻ കട്ടിങ് ഓഫ് ദ പൗണ്ട് ഓഫ് ഫ്ലഷ് you shed 1 drop of Antonio's blood, your lands and goods are by the law to be confiscated to the state of Venice. അപ്പം നിങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഗത്തിൽ നിന്നും ആ ഒരു പൗണ്ട് ഓഫ് ഫ്ലഷ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു തുള്ളി രക്തം വീണ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലാൻഡും സാധനങ്ങളും ചരക്കുകളും എല്ലാം നമ്മുടെ കോടതി കണ്ടുകെട്ടപ്പെടും അല്ലേ. കോൺഫിസ്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജപ്തി ചെയ്യുക, അല്ലെങ്കിൽ കണ്ടുകെട്ടുക എന്നുള്ളതൊക്കെയാണ് കേട്ടോ, ജപ്തി ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് വെനീസിലേക്ക്, വെനീസ് എന്നുള്ള സംസ്ഥാനത്തിലേക്ക് എന്ത് ചെയ്യപ്പെടും? യെസ്, ജപ്തി ചെയ്ത് നമ്മളങ്ങോട്ട് സ്റ്റേറ്റിലേക്ക് വാങ്ങും. ഓക്കെ, ഒരു തുള്ളി ബ്ലഡ് പോലും നിങ്ങൾക്ക് അവകാശപ്പെട്ടല്ല. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു തുള്ളി ബ്ലഡ് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? യെസ്, അതിൽ നിന്ന് വീഴ്ത്താൻ വേണ്ടി പറ്റൂല. And hearing this, Shylock was totally confused.
ഇത് കേട്ടപ്പോൾ ഷൈലോക്കിൻ്റെ കിളിയാകെ പോയി. അയ്യോ, ഒരു തുള്ളി ബ്ലഡ് വീഴാതെ എങ്ങനെയാണ് ഞാൻ ഇത്രയും മൂർച്ചയുള്ള കത്തി വെച്ചിട്ട് ആ ഹൃദയത്തിൽ നിന്ന് ഫ്ലഷ് എടുത്ത് മുറിച്ചെടുക്കുക അല്ലേ? ഇറ്റ് വാസ് അട്ടർലി ഇമ്പോസിബിൾ ഫോർ ഷൈലോക്ക് to cut off the pound of flesh without shedding some of Antonio's blood. അപ്പോൾ അട്ടർലി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്നാണ് അല്ലേ? കംപ്ലീറ്റ്ലി എന്നാണ്. ഓക്കെ, അപ്പോൾ ഷൈലോക്കിന് ഒരു പൗണ്ട് ഫ്ലഷ്, ഒരു തുള്ളി പോലും ബ്ലഡ് വീഴാതെ മുറിച്ചെടുക്കുക എന്നുള്ളത് എന്താണ്? ഇമ്പോസിബിൾ ആണ്, ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. Okay, this wise discovery of Balthazar saved the life of Antonio. ബെൽത്തസാറിൻ്റെ ഈ വളരെ വിവേകമാർന്ന അല്ലെ, വയസ്സായിട്ടുള്ള, വളരെ വിവേകത്തോടെയുള്ള, വളരെ ബുദ്ധിയോടെ കൂടെയുള്ള ഈ ഒരു കണ്ടെത്തൽ നമ്മുടെ ആൻറ്റോണിയോയുടെ ജീവിതം അങ്ങനെ രക്ഷിക്കുകയാണ്. റെഡി? ഓക്കെ, സോങ് 250, നോ കോംപ്രമൈസ്. ഓക്കെ, അങ്ങനെ ഓൾ അഡ്മയർ ദ വണ്ടർഫുൾ സിഗാസിറ്റി ഓഫ് ദ യങ് കൗൺസിലർ. അപ്പോൾ അവിടെ കൂടിയിട്ടുള്ള എല്ലാവരും ആ യുവാവായിട്ടുള്ള ആ ഒരു കൗൺസിലറുടെ ആ ഒരു സിഗാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്റ്റം എന്നാണ് കേട്ടോ. വിസ്റ്റം എന്നാണ് സിഗാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി, വിവേകം, വിസ്റ്റം എന്നൊക്കെയാണ്. അപ്പോൾ ആ ഒരു യങ് കൗൺസിലറുടെ ആ ഒരു വിവേകത്തിനെ എല്ലാവരും എന്ത് ചെയ്തു? അഭിനന്ദിക്കുകയാണ്. യെസ്, യു ആർ അടിപൊളി അല്ലേ, നിങ്ങൾ വന്നുകൊണ്ടാണ് നമ്മുടെ ആൻറ്റോണിയോയുടെ ലൈഫ് രക്ഷിക്കാൻ പറ്റിയിട്ടുള്ളത്. സോ ഫൈൻഡിങ് ഹിംസെൽഫ് ഡിഫീറ്റഡ് ഇൻ ഹിസ് ക്രൂവൽ ഇൻറ്റൻറ്റ്, ഷൈലോക്ക് സെഡ് വിത്ത് എ ഡിസപ്പോയിൻറ്റഡ് ലുക്ക് ദാറ്റ് ഹി വാസ് റെഡി ടു ടേക്ക് ദ മണി. അപ്പോൾ നമ്മുടെ ഷൈലോക്കിന് ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ തീരുമാനമായി എന്ന് മനസ്സിലായി. ഓക്കെ ഓക്കെ, റെഡി. പാട്ടൊക്കെ പാടും, ലാസ്റ്റ് ആയില്ല, പാട്ടൊക്കെ ഉണ്ട്, ഒക്കെ സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഷൈലോക്കിന് ലാസ്റ്റ് മനസ്സിലായി, ഓ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും കയ്യിൽ നിന്ന് പോയി, പണി പാളി. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? യെസ്, നമുക്ക് ആകെ നിരാശനായി തൻ്റെ ആ ഒരു ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ തൻ്റെ ഉദ്ദേശത്തിൽ അദ്ദേഹം തന്നെ നമ്മുടെ ഷൈലോക്കിനെ ഡിഫീറ്റായി, തോറ്റുപോയി എന്ന് നമ്മുടെ ഷൈലോക്കിന് മനസ്സിലായി. അപ്പോൾ ഷൈലോക്ക് നൈസായിട്ട് പറയും, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് പൈസ തന്നോളൂ അല്ലേ, അങ്ങനെയാണെങ്കിൽ പൈസ തന്നോളൂ, എനിക്ക് പൈസ തന്നോളൂ. Ready? Rejoice beyond measure at Antonio's unexpected deliverance, Bassanio cried out, "Here is the money!" But Portia stopped him, saying, "Slowly, there is no haste. The moneylender shall have nothing but the penalty." Okay, 15 അല്ല 50 ആണ്, 15 അല്ല 50 ആണ്. ഓക്കെ, മിസ് അശ്വതി, ഹായ് അശ്വതി. ഓക്കെ, റെഡി. അങ്ങനെ ആ ഒരു നമ്മുടെ ആൻറ്റോണിയോൻ്റെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, പ്രതീക്ഷിക്കാത്ത ആ ഒരു ഡെലിവറൻസ് എന്ന് വെച്ചാൽ ആ റെസ്ക്യൂ ചെയ്യുക, രക്ഷപ്പെടൽ എന്നൊക്കെയാണ് കേട്ടോ. ആ ഒരു രക്ഷപ്പെടലിൽ ആർക്ക് സന്തോഷമാവും? യെസ്, നമ്മുടെ ബെസാനിയോ ആർത്ത് വിളിച്ച് പറയും, ഇന്നാ നിങ്ങളുടെ പൈസ, ആർക്ക് വേണം നിങ്ങളുടെ പൈസ അല്ലേ, ഇതാ നിങ്ങളുടെ പൈസ, ഹിയർ ഈസ് ദ മണി. ആൻഡ് ബട്ട് പോർഷ്യ സ്റ്റോപ്ഡ് ഹിം. പക്ഷേ പോർഷ്യ പറയും, തിരക്കൂട്ടല്ലേ, there is no haste. നല്ല മതി, തിരക്കൊന്നുമില്ല, പൈസ ഇപ്പം തന്നെ കൊടുക്കണമെന്ന് തിരക്കൊന്നുമില്ല. ദ മണി ലെൻഡർ ഷാൽ ഹാവ് നത്തിങ് ബട്ട് ദ പെനാൽറ്റി. മണി ലെൻഡറിന്, നമ്മുടെ ഈ ഒരു പണം കൊടുക്കുന്ന ഇയാൾക്ക്, നമ്മുടെ ഷൈലോക്കിന് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? യെസ്, പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തിന് പിഴ മതി എന്നാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിന് യെസ് വേണമെങ്കിൽ ആൻറ്റോണിയോയുടെ ഹൃദയത്തിൻ്റെ അവിടെ നിന്ന് വേണമെങ്കിൽ ഒരു പൗണ്ട് ഫ്ലഷ് എടുത്തോട്ടെ, നമുക്ക് ബ്ലഡ് ഇല്ല ഞാൻ മതിയല്ലോ, അപ്പോൾ പെനാൽറ്റി വേണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചത്, പെനാൽറ്റി എടുത്തോട്ടെ എന്ന് കളിയാക്കിക്കൊണ്ട് നമ്മുടെ പോർഷ്യ പറയാണ്. Therefore, prepare, Shylock, cut off the flesh, but mind you, shed not a drop of blood. അപ്പോൾ വീണ്ടും ഷൈലോക്കിനോട് നമ്മുടെ ബെൽത്തസാർ ആയിട്ടുള്ള, അല്ലെങ്കിൽ പോർഷ്യ ആയിട്ടുള്ള ബെൽത്തസാർ പറയാണ്, ഓക്കെ ഷൈലോക്ക് മുറിച്ചെടുത്തോളൂ, നമ്മുടെ ഫ്ലഷ്, ആ ഒരു ഹൃദയത്തിൻ്റെ അവിടെ നിന്ന് ഫ്ലഷ് മുറിച്ചെടുത്തോളൂ. ബട്ട് ഷെഡ് നോട്ട് a drop of blood. പക്ഷേ ഒരു ഡ്രോപ്പ് ബ്ലഡ് പോലും എന്ത് ചെയ്യാൻ പാടില്ല? യെസ്, നിങ്ങൾ പൊഴിക്കാൻ വേണ്ടി പാടില്ല. ഇഫ് യു മേക്ക് എ മിസ്റ്റേക്ക് യു ആർ കണ്ടംൻഡ് ബൈ ദ ലോസ് ഓഫ് വെനീസ് ടു ഡൈ. നിങ്ങളിനി അത് മിസ്റ്റേക്ക് ചെയ്യാണ്. ഇഫ് യു മേക്ക് എ മിസ്റ്റേക്ക്, ഒരു ഡ്രോപ്പ് ബ്ലഡ് വീഴാണെങ്കിൽ യു ആർ കണ്ടംൻഡ് എന്ന് പറഞ്ഞാൽ പണിഷ് ചെയ്യുക, ശിക്ഷിക്കുക. ബൈ ദ ലോസ് ഓഫ് വെനീസ് ടു ഡൈ. അപ്പോൾ നമ്മുടെ വെനീസിലെ നിയമപ്രകാരം നിങ്ങളെ മരിക്കാൻ വേണ്ടി പണിഷ് ചെയ്യും, എന്ന് വെച്ചാൽ വധശിക്ഷ നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഒരു മിസ്റ്റേക്ക് വരുത്താണ്, ഒരു ഡ്രോപ്പ് ബ്ലഡ് വീഴാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? യെസ്, നോ മണി ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഒള്ളി അല്ലേ, നോ നീഡ് ഓഫ് മണി ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഒള്ളി. യെസ്, അതുതന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോ എന്ത് ചെയ്യും? നിങ്ങളെ വിധിക്കും, മരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വധശിക്ഷനെ തരും. ആൻഡ് ഓൾ യുവർ വെൽത്ത് ഈസ് ഫോർഫീറ്റഡ് ടു ദ സ്റ്റേറ്റ്. അതുമാത്രമല്ല നിങ്ങളുടെ എല്ലാ വെൽത്തും, നിങ്ങളുടെ എല്ലാ സമ്പത്തും ഫോർഫീറ്റ് ചെയ്യപ്പെടും, നമ്മുടെ വെനീസിലെ സ്റ്റേറ്റിലേക്ക്, സംസ്ഥാനത്തേക്ക് എന്ത് ചെയ്യപ്പെടും? കണ്ടുകെട്ടപ്പെടും. നിങ്ങൾ മരിക്കും ചെയ്യും, സ്വത്തും പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണോ പെനാൽറ്റി? വേണം, എടുത്തോളൂ.
ഓക്കെ, ഗിവ് മീ മൈ മണി ആൻഡ് ലെറ്റ് മീ ഗോ സെറ്റ് ഷൈലോക്ക്. അപ്പോൾ ഷൈലോക്ക് ആകെ ലാസ്റ്റ് എന്തായാലും കയ്യിൽ നിന്ന് പോയി, എനിക്കെൻ്റെ പൈസ തന്നോളൂ, ഞാൻ ഒന്ന് പോട്ടെ, സമയമില്ല, എനിക്കെൻ്റെ പൈസ താ. ഐ ഹാവ് ഇറ്റ് റെഡി ഹിയർ സെറ്റ് ബെസാനിയോ. അപ്പോൾ ബെസാനിയോ ആകാംക്ഷയോടെ ഇത് തീർന്നു കിട്ടുകയാണെങ്കിൽ തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് ബെസാനിയോ ആവേശത്തോടെ പറയും, ഐ ഹാവ് ഇറ്റ് റെഡി ഹിയർ, എൻ്റെ കയ്യിലിത്, എനിക്കിവിടെ പൈസ റെഡിയാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്, ഒരു പ്രശ്നവുമില്ല. ഷൈലോക്ക് വാസ് ഗോയിങ് ടു മേക്ക് ദ മണി. പോർഷ്യ again stopped him saying, wait, I have yet another hold upon you. അപ്പോൾ ഷൈലോക്ക് അങ്ങനെ പൈസ എടുക്കാൻ പോവാണ്, ബെസാനിയോൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങാൻ പോവാണ്. പോർഷ്യ again stopped him saying, പക്ഷെ പോർഷ്യ വീണ്ടും ഷൈലോക്കിനോട് പറയും, വെയിറ്റ് തിരക്കൂട്ടല്ലേ, വെയിറ്റ്, ഐ ഹാവ് യെറ്റ് അനദർ ഹോൾഡ് അപ്പോൺ യു. എനിക്ക് നിങ്ങളുടെ പേരിൽ വേറൊരു ഹോൾഡ് ഉണ്ട്, വേറൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. By the laws of Venice, your wealth is forfeited to the state for having conspired against the life of one of the citizens, and your life lies at the mercy of the duke. ഓക്കെ, അപ്പോൾ നമ്മുടെ വെനീസിലെ ലോ പ്രകാരം, നിയമപ്രകാരം നിങ്ങളുടെ വെൽത്തൊക്കെ നമ്മുടെ ആ സ്റ്റേറ്റിലേക്ക് കണ്ടുകെട്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താണ്? ഹാവിങ് കൺസ്പയർഡ് അല്ലേ, against the life of one of its citizens. അപ്പം നമ്മുടെ രാജ്യത്തെ ഒരു പൗരൻ്റെ ജീവിതത്തിനെതിരായിട്ട് കൺസ്പയർ ചെയ്തുകൊണ്ട് ഗൂഢാലോചന നടത്തിയതിൻ്റെ കാരണത്താൽ നിങ്ങളെ സ്വത്തൊക്കെ ഇവിടേക്ക് കണ്ടുകെട്ടപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ലോ ഉണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ആ ഒരു ദയ ആരിൽ നിന്ന് വാങ്ങണം? നമ്മുടെ ഡ്യൂക്ക്, നമ്മുടെ പ്രഭു, നമ്മുടെ ജഡ്ജ് എന്ത് ചെയ്യണം? അനുവദിക്കണം. എന്നാലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അവരോട് ദയ യാചിച്ചാലേ നിങ്ങൾക്ക് ഈ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് therefore down on your knees and ask him to pardon you. ഓക്കെ, അപ്പോൾ നമ്മുടെ പോർഷ്യ പറയണേ, അതുകൊണ്ട് മുട്ടാലിരിക്കുക അല്ലേ, ഡൗൺ ഓൺ യുവർ നീസ്, മുട്ട് കുത്തിയിട്ട് നിങ്ങൾ പാടല്ലേ, ദയ ചോദിക്കുക, പാടൻ, ക്ഷമ ചോദിക്കുക, നിങ്ങൾ ഒന്ന് ക്ഷമിക്കണേ എന്ന് ചോദിച്ച് നമ്മുടെ ഡ്യൂക്ക് സമ്മതിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? നിങ്ങൾക്ക് ഈ കോടതി വിട്ടു പോകാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെ പൈസ മൊത്തം എവിടേക്ക് കണ്ടുകെട്ടപ്പെടും? നമ്മുടെ വെനീസ് എന്ന സ്റ്റേറ്റിലേക്ക് കണ്ടുകെട്ടപ്പെടും. എല്ലാവരും കുറച്ച് യെല്ലോ ഹാർട്ട്സ് തരാട്ടോ, കുറച്ച് പവർ വരട്ടെ. നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ പവർ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. റെഡി? The Duke then said to Shylock, you may see the difference of our belief in God. അപ്പോൾ ഡ്യൂക്ക് നേരത്തെ പാവം നമ്മുടെ ആൻ്റോണിയോയ്ക്ക് എന്ത് കൊടുക്കാൻ പറഞ്ഞതാണ്? ദയ കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ ആ സമയത്ത് ആരും കേട്ടില്ല. നമ്മുടെ ഷൈലോക്ക് കേട്ടില്ല. അപ്പോൾ തിരിച്ച് പണി എടുക്കാനുള്ള സമയം കിട്ടിയെന്ന് വിചാരിച്ച് ഡ്യൂക്ക് പറയും, യു മേ സീ ദ ഡിഫറൻസ് ഓഫ് അവർ ബിലീഫ് ഇൻ ഗോഡ്. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് ദൈവത്തിന് മുകളിലുള്ള ആ ഒരു വിശ്വാസത്തിലുള്ള ആ ഒരു വ്യത്യസ്തത നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ പണ്ട് കാലത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വില്യം ഷേക്സ്പിയറിൻ്റെ ഒക്കെ കാലത്ത് അപ്പോൾ ആൾക്കാരെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് നയിക്കാൻ വേണ്ടി, ദൈവത്തിൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇതുപോലെയുള്ള കുറേ കഥകളൊക്കെ എഴുതായിരുന്നു. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാരെയും ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരെയും സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരെയും കമ്പയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ കഥകൾ എഴുതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ ദൈവത്തിലുള്ള വിശ്വാസത്തിലുള്ള ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. ഐ പാർഡൺ യു യുവർ ലൈഫ് ബിഫോർ യു ആസ്ക് ഇറ്റ്. അപ്പം നീ ചോദിക്കുന്നതിൻ്റെ മുന്നേ നിൻ്റെ ജീവിതം ഞാൻ എന്ത് തരാണ്? നിനക്ക് തിരിച്ചു തരാണ്, നിന്നോട് ഞാൻ ക്ഷമിക്കുകയാണ് എന്ന് നമ്മുടെ ഡ്യൂക്ക് പറയും. അപ്പം നീ ചോദിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ നിന്നോട് മേഴ്സി കാണിക്കുകയാണ്, ഞാൻ നിന്നോട് ദയ കാണിക്കുകയാണ്. Half of your wealth belongs to Antonio, the other half comes to the state. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്വത്തിലെ പകുതി ആർക്ക് പോകും? ആൻ്റോണിയോയ്ക്ക് പോകും, പകുതി നമ്മുടെ സ്റ്റേറ്റിന് പോകും എന്ന് നമ്മുടെ കോടതി വിധി പ്രഖ്യാപിക്കും. സോ ദ ഡ്യൂക്ക് നൗ റിലീസ്ഡ് ആൻ്റോണിയോ ആൻഡ് ഡിസ്മിസ് ദ കോർട്ട്. എന്നിട്ട് നമ്മുടെ ആൻ്റോണിയോനെ റിലീസ് ചെയ്ത് ഓക്കെ, ലാസ്റ്റ് പാടാം കേട്ടോ. അപ്പോൾ റിലീസ് ചെയ്ത് മോചിപ്പിച്ചിട്ട് നമ്മുടെ കോർട്ട് എന്തുവിടും? പിരിച്ചുവിടും, ഡിസ്മിസ് ചെയ്ത്. ഓക്കെ, ഡിസ്മിസ്. ഓക്കെ, വിധിയൊക്കെ പ്രഖ്യാപിച്ച് കഴിഞ്ഞ് എല്ലാം സെറ്റായി. അങ്ങനെ നമ്മുടെ കോർട്ട് പിരിച്ചുവിടും. റെഡി? And he then highly praised the wisdom and ingenuity of the young counselor. അപ്പോൾ നമ്മുടെ ബെൽത്തസാറായിട്ട് വന്നിട്ടുള്ള നമ്മുടെ പോർഷ്യയുടെ ആ യങ് കൗൺസിലറിൻ്റെ ആ ഒരു വിസ്ഡത്തിൻ്റെയും വിവേകത്തിനെയും ഇൻജെനുവിറ്റി എന്ന് പറഞ്ഞാൽ ക്ലെവർനെസ്, ആ ഒരു കൗശലത്തെയൊക്കെ നന്നായിട്ട് നമ്മുടെ ഡ്യൂക്ക് പ്രശംസിക്കും. ആൻഡ് ഇൻവൈറ്റഡ് ഹിം ഹോം ടു ഡിന്നർ. എന്നിട്ട് വീട്ടിലേക്ക് ഡിന്നർ കഴിക്കാൻ വേണ്ടി, അത്താഴം കഴിക്കാൻ വേണ്ടി ക്ഷണിക്കും. ബട്ട് പോർഷ്യ, who meant to return to Belmont before her husband, refused the invitation politely. പക്ഷെ പോർഷ്യക്ക് എന്താണ്? ആ ഡിന്നർ കഴിക്കാൻ പോകാൻ വേണ്ടി പറ്റോ? ഇല്ല. ഭർത്താവ് തന്നെ വീട്ടിലെത്തുന്നതിന് മുന്നേ പോർഷ്യക്ക് എവിടെ എത്തണം? ബെൽമണ്ടിൽ എത്തണം അല്ലേ? അപ്പോൾ ഭർത്താവ് എത്തുന്നതിന് മുന്നേ ബെൽമണ്ടിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പോർഷ്യ അത് റിഫ്യൂസ് ചെയ്യും, വിസമ്മതിക്കില്ല, ഞാൻ ഡിന്നറിനൊന്നുമില്ല എന്ന് വളരെ പൊലൈറ്റായിട്ട്, വളരെ മര്യാദയോടുകൂടി ആ ഒരു ക്ഷണനത്തെ, ഇൻവിറ്റേഷനെ നമ്മുടെ പോർഷ്യ റിഫ്യൂസ് ചെയ്യും. റെഡി? And when the Duke left the court, Bassanio said to Balthazar,
most worthy gentleman, I and my friend Antonio have been acquitted of grievous penalties by your wisdom, and I beg you to accept the 3,000 ducats due to Shylock. Okay, അപ്പോൾ ഡ്യൂക്കൊക്കെ പോയി കോടതിയൊക്കെ പിരിച്ചു വിട്ട് നമ്മുടെ ഡ്യൂക്കൊക്കെ പോയതിന് ശേഷം ബെസാനിയോ ബെൽത്തസാറിനോട് തൻ്റെ വൈഫായിട്ട് വേഷം മാറി വന്നിട്ടുള്ള തൻ്റെ വൈഫായിട്ടുള്ള ബെൽത്തസാറിനോട് ബെൽത്തസാറിനോട് പറയും, മോസ്റ്റ് വർത്തി ജെന്റിൽമാൻ, വളരെ വിലപിടിപ്പുള്ള അല്ലെങ്കിൽ വളരെ മാന്യനായിട്ടുള്ള ആളെ അല്ലേ, മാന്യനായിട്ടുള്ള എൻ്റെ സുഹൃത്തെ, ഐ ആൻഡ് മൈ ഫ്രണ്ട് ആൻറ്റോണിയോ ഹാവ് ബീൻ അക്വീറ്റഡ് ഓഫ് ഗ്രീവസ് പെനാൽറ്റീസ്. ഞാനും എൻ്റെ ഫ്രണ്ട് ആൻറ്റോണിയോയും ഇത്രയും ഗ്രീവസ് ആയിട്ടുള്ള, ഇത്രയും ദുഃഖകരമായിട്ടുള്ള പെനാൾട്ടീസിലെ പിഴകളിൽ നിന്ന് രക്ഷപ്പെടാം. ഓക്കെ, അക്വേറ്റഡ് എന്ന് പറഞ്ഞാൽ കുറ്റവിമുക്തനാകുക. ഓക്കെ, പിഴകളിൽ നിന്നും അക്വേറ്റഡ് എന്ന് പറഞ്ഞാൽ കുറ്റവിമുക്തനാവുക. ഇത്രയും വലിയ പിഴകളിൽ നിന്ന് കുറ്റവിമുക്തരായത് നിങ്ങളുടെ ബുദ്ധി കൊണ്ടാണ്, നിങ്ങളുടെ വിവേകം കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. ആൻഡ് ഐ ബെഗ് യു ടു ആക്സെപ്റ്റ് ദി 3,000 ducats ഡ്യൂ ടു ഷൈലോക്ക്. അപ്പം ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ്, ഞങ്ങൾ ഷൈലോക്കിന് വേണ്ടി കൊണ്ടുവന്ന ഈ ഒരു 3,000 ducats നിങ്ങൾ സ്വീകരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, യാചിക്കുകയാണ് എന്ന് നമ്മുടെ ബെസാനിയോ പറയും. ഓക്കെ, യെസ്, ബട്ട് പോർഷ്യ വാസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദ മണി. Bassanio again pressed Balthazar to accept some reward, and it came into Portia's mind to play a trick upon her husband. അപ്പോൾ പോർഷ്യ എന്ത് ചെയ്യുന്നില്ല, ആ പൈസ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി, ആ പൈസ സ്വീകരിക്കാൻ വേണ്ടി റെഡി ആവുന്നില്ല. പക്ഷെ ബെസാനിയോ വീണ്ടും പറയും, ഇത് സ്വീകരിക്കൂ എന്ന് പറഞ്ഞാൽ പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിർബന്ധിക്കും. ഈ ഒരു പ്രതിഫലം, ഈ ഒരു റിവാർഡ് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ബെസാനിയോ കുറേ നിർബന്ധിക്കും. But it came into Portia's mind to play a trick upon her husband. അപ്പോഴാണ് പോർഷ്യക്ക് ഒരു ബുദ്ധി വരുന്നത്, എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് പറ്റിച്ചാലോ അല്ലേ, ഒരു ട്രിക്ക്, ഒരു തന്ത്രം പയറ്റി നോക്കിയാലോ ഇദ്ദേഹത്തിനെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പോർഷ്യ ഒരു പണി ഒപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് കണ്ടവർക്കറിയാം, മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റിങ്ങിനെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ റിങ് ഈ ഒരു സ്റ്റോറിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഫസ്റ്റ് പാർട്ടിൽ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റിങ്ങിൻ്റെ കടന്നു വരവാണ് കേട്ടോ. ഷി സെഡ്, ഗിവ് മീ യുവർ റിങ്, ഐ വിൽ വെയർ ഇറ്റ് ഫോർ യുവർ സേക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്രയും നിർബന്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു റിങ് എനിക്ക് തന്നോളൂ, ഐ വിൽ വെയർ ഇറ്റ് ഫോർ യുവർ സേക്ക്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, യെസ്, ആ ഒരു റിങ് ഞാൻ ധരിച്ചോളാം, ആ റിങ് ഇങ്ങോട്ട് തന്നോളൂ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ബെസാനിയോ വാസ് ഡിസ്ട്രെസ്ഡ് when the counselor asked him the only thing he could not part with. അപ്പോൾ ഇത് കേട്ടപ്പോൾ ബെസാനിയോ അയ്യോ, ഇയാൾക്കാണെങ്കിൽ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചും പോയി, ഇയാളാണെങ്കിൽ എൻ്റെ റിങ്ങാണല്ലോ ചോദിക്കുന്നത്, പക്ഷെ എനിക്കിതെൻ്റെ വൈഫ് തന്നതാ, പോർഷ്യ തന്നതാ. ഡിസ്ട്രെസ്ഡ് ആവുക പറഞ്ഞാൽ നിരാശനാവുക. ഓക്കെ, ഡിസ്ട്രെസ്ഡ് ആയി ബിക്കോസ് കൗൺസിലർ ആസ്ക്ഡ് ഹിം ദ ഓൺലി തിങ് ഹി കുഡ് നോട്ട് പാർട്ട് വിത്ത്. അപ്പോൾ അവന് പാർട്ട് ചെയ്യാൻ പറ്റാത്ത, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം ആ ഒരു കൗൺസിലർ ചോദിച്ചപ്പോൾ ബെസാനിയോ ആകെ നിരാശനായി പോവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഹി റിപ്ലൈഡ് ദാറ്റ് ഹി കുഡ് നോട്ട് ഗിവ് ഹിം ദ റിംഗ് ബിക്കോസ് ഇറ്റ് വാസ് ഹിസ് വൈഫ്സ് ഗിഫ്റ്റ്. അപ്പോൾ അവൻ പറയും, ഇല്ല, നിങ്ങളത് ക്ഷമിക്കണം, നിങ്ങളൊന്ന് ക്ഷമിക്കണം, കാരണം എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ വൈഫ് തന്നത്, വളരെ സ്നേഹത്തോടെ എനിക്ക് എൻ്റെ വൈഫ് തന്ന ഗിഫ്റ്റാണിത്, അപ്പോൾ ഇത് എനിക്ക് തരാൻ പറ്റൂല എന്ന് നമ്മുടെ ബെസാനിയോ പറയും. ഓക്കെ, ഹി ഹാഡ് പ്രോമിസ് ഹെർ നെവർ ടു പാർട്ട് വിത്ത് ഇറ്റ്. ഞാൻ എൻ്റെ വൈഫിന് ഞാൻ പ്രോമിസ് ചെയ്തതാണ്, സത്യം ചെയ്ത് കൊടുത്തതാണ്, ഇതൊരിക്കലും ഞാൻ പാർട്ട് ചെയ്യില്ല, ഇതിനെ ഞാൻ പിരിഞ്ഞു പോകില്ല, ഈ റിങ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും, ഞാൻ നമുക്ക് സത്യം ചെയ്ത് കൊടുത്തതാണ്. At this, Portia pretended to be offended and left out the code. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പോർഷ്യ ആരാണ്, ബെൽത്തസാർ എന്ത് ചെയ്യും, പ്രിറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആക്ട് ചെയ്യുക, അഭിനയിക്കുക. ടു ബി ഒഫൻഡഡ്, ഇൻസൾട്ടഡ് ആയ പോലെ അഭിനയിക്കും, എന്നിട്ട് ആ കോടതി വിട്ട് പുറത്തേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇവരെ കുറച്ച് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരങ്ങനെ ചെയ്യുന്നത്. Dear Bassanio, said Antonio, let him have the ring. Let my love and the great service he had done for me be valued against your wife's displeasure. അപ്പോൾ നമ്മുടെ ആൻറ്റോണിയോ പറയും, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ ബെസാനിയോ, ലെറ്റ് ഹിം ഹാവ് ദ റിംഗ്, അദ്ദേഹത്തിന് ആ റിങ് കൊടുത്തോളൂ. ലെറ്റ് മൈ ലവ് ആൻഡ് ദ ഗ്രേറ്റ് സർവീസ് ഹി ഹാഡ് ഡൺ ഫോർ മീ ബി വാല്യൂഡ് അഗെയിൻസ്റ്റ് യുവർ വൈഫ്സ് ഡിസ്പ്ലഷർ. അപ്പം നിൻ്റെ വൈഫിൻ്റെ, നിൻ്റെ ഭാര്യയുടെ ഡിസ്പ്ലഷർ എന്ന് വെച്ചാൽ അപ്രീതിയേക്കാളും നമ്മൾ വില കൊടുക്കേണ്ടത് എൻ്റെ ജീവൻ രക്ഷിച്ച, എന്നോട് കനിവ് കാണിച്ച, എന്നോട് സ്നേഹം കാണിച്ച ആ ഒരു വക്കീലിനാണ്. അതുകൊണ്ട് നീ ആ ഒരു റിങ് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ,
Ashamed to seem ungrateful, Bassanio yielded, sent the ring to Balthasar. അങ്ങനെ നാണക്കേട് അല്ലേ? അപ്പം ഞാൻ ഇനിയിപ്പോൾ നന്ദി ഇല്ലാത്തവനാണെന്ന് ആൻ്റോണിയോ വിചാരിക്കും. കാരണം അവ എനിക്ക് വേണ്ടിയിട്ടാണ് ഈ യാതനകളൊക്കെ സഹിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നാണക്കേട് കൊണ്ട് അൺഗ്രേറ്റ്ഫുൾ ആണോ, നന്ദി ഇല്ലാത്തവനാണോ, ഇല്ലാത്തയാളാണോ, അൺഗ്രേറ്റ്ഫുൾ എന്ന് വെച്ചാൽ ആ താങ്ക്ഫുൾ അല്ലാത്ത ആളാണോ എന്ന് വിചാരിക്കുമോ എന്നുള്ള നാണക്കേടുകൊണ്ട് നമ്മുടെ ബെസാനിയോ എന്ത് ചെയ്യും, ആ ഒരു റിങ് കൊടുക്കാൻ വേണ്ടി വഴങ്ങി കൊടുക്കും. ഈൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വഴങ്ങി കൊടുക്കുന്നതിനെയാണ്, സമ്മതിക്കുന്നതിനെയാണ് നമ്മൾ ഈൽഡ് ചെയ്യുക എന്ന് പറയാം കേട്ടോ. അപ്പോൾ ആ ബെൽത്തസാറിന് ആ റിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബെസാനിയോ സമ്മതിക്കും. റെഡി. സോ പോർഷ്യ റിട്ടേൺ ഹോം ഹാപ്പിലി ഹാവിങ് പെർഫോംഡ് എ ഗുഡ് ആക്ഷൻ. അപ്പോൾ പോർഷ്യ ആ ഒരു റിങ്ങൊക്കെ വാങ്ങി വളരെ സന്തോഷത്തോടു കൂടി ഞാൻ നല്ലൊരു ആക്ഷനാണല്ലോ, ഞാൻ നല്ലൊരു അടിപൊളി പ്രവൃത്തിയാണല്ലോ ചെയ്തതെന്ന് വിചാരിച്ചിട്ട് തിരിച്ച് ബെൽമണ്ടിലേക്ക് പോകും. അറ്റ് ബെൽമണ്ട് ഷി വെയിറ്റഡ് ഫോർ ഹെർ ഹസ്ബൻഡ്. വെൻ ബിസാനിയോ arrived accompanied by Antonio, her eyes immediately fell upon his empty fingers and she asked him about his wedding ring. I gave it to the lawyer who saved Antonio's life, Bassanio said. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അവളെ ഹസ്ബൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റിങ്ങിനെയൊക്കെ പറ്റി ചോദിക്കുക, അദ്ദേഹത്തിനെ പേടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വെൻ ബെസാനിയോ arrived accompanied by Antonio, അങ്ങനെ ആൻ്റോണിയോയുടെ കൂടെ നമ്മുടെ ബെസാനിയോ അവിടെ എത്തിയ സമയത്ത് അവളുടെ കണ്ണ് പെട്ടെന്ന് എങ്ങോട്ടാണ് പോയിട്ടുള്ളത്? യെസ്, നമ്മുടെ ബെസാനിയോയുടെ വിരലുകളിലേക്ക്. കാരണം അവർക്കറിയാം റിങ് അവിടെ ഇല്ലാന്നല്ലേ. അപ്പോൾ ആ ഒരു വിരലുകളിലേക്കാണ്, ആ എംറ്റി ആയി കിടക്കുന്ന, കാലിയായി കിടക്കുന്ന ആ വിരലുകളിലേക്ക്, മൂതലില്ലാത്ത ആ വിരലുകളിലേക്കാണ് നമ്മുടെ പോർഷ്യയുടെ കണ്ണുകൾ നേരെ പോയത്. ആൻഡ് ഷീ ആസ്ക്ഡ് ഹിം അബൌട്ട് ഹിസ് വെഡിങ് റിംഗ്. അങ്ങനെ അവൾ പോർഷ്യ നമ്മുടെ വെഡിങ് റിംഗ് എവിടെ, ഞാൻ തന്ന റിംഗ് എവിടെയെന്ന് ചോദിക്കും. I gave it to the lawyer who saved Antonio's life, Bassanio said. ഓക്കെ, അപ്പം ഞാനത് എൻ്റെ ജീവൻ രക്ഷിച്ച, അല്ലെങ്കിൽ നമ്മുടെ ആൻ്റോണിയോയുടെ ജീവൻ രക്ഷിച്ച ആ ഒരു ലോയറിന്, ആ ഒരു വക്കീലിന് ഞാനത് കൊടുത്തു. സോറി ഉണ്ട്, ഓക്കെ, എനിക്ക് കൊടുക്കേണ്ടി വന്നു എന്ന് നമ്മുടെ ബെസാനിയോ പറയും. ആൻഡ് ഹിയറിംഗ് ദിസ് പോർഷ്യ ലുക്ക് വെരി ആംഗ്രി ആൻഡ് റിപ്രോച്ച് ബെസാനിയോ. അപ്പോൾ ഇത് കേട്ടപ്പോൾ പോർഷ്യ ഭയങ്കര, ഇല്ല മിസ് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇത് പോയിട്ട് വേണം കഴിക്കാൻ. റെഡി. അപ്പോൾ ഇത് കേട്ടപ്പോൾ പോർഷ്യ ആകെ നല്ല ദേഷ്യപ്പെട്ട് കാണപ്പെടും. ആൻഡ് റിപ്രോച്ച് എന്ന് വെച്ചാൽ ആക്ഷേപിക്കുക, ആക്ഷേപിക്കുന്നതിനെയാണ് നമ്മൾ റിപ്രോച്ച് ചെയ്യുക എന്ന് പറയാം. ഇപ്പോൾ ബെസാനിയോനെ ആക്ഷേപിക്കും. നിങ്ങളിത് വേറെ ഏതോ പെണ്ണുങ്ങൾക്ക് കൊണ്ടു കൊടുത്തതാണ്, ഓക്കെ എനിക്ക് മനസ്സിലായി, നിങ്ങളിത് ആർക്കോ കൊണ്ടു കൊടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോർഷ്യ ഇവിടെ ബെസാനിയോയെ സമാലവികാഹായി ബെസാനിയോനെ കളിയാക്കും. സോ നോ, യു ലൈ, യു ഗേവ് ഇറ്റ് ടു സം അതർ വുമൺ. ഇല്ല, നിങ്ങൾ കള്ളം പറയാണ്, നിങ്ങൾ ഇത് ആർക്ക് കൊടുത്തതാണ്, ഏതോ പെണ്ണുങ്ങൾക്ക് നിങ്ങൾ കൊണ്ടു കൊടുത്തതാണ്. ഹി സെഡ് വിത്ത് ഗ്രേറ്റ് ഏർണസ്റ്റ്നെസ്. നോ 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 വുമൺ ഹാഡ് ഇറ്റ്. അല്ല, ഞാൻ വളരെ ആത്മാർത്ഥതയോടെ നമ്മുടെ ബെസാനിയോ പറയും. ആത്മാർത്ഥത, ഓക്കെ, ഏണസ്റ്റ്നെസ്സോടുകൂടി നമ്മുടെ ഏണസ്റ്റ്നെസ്സോടുകൂടി നമ്മുടെ ആര് പറയും? യെസ്, നമ്മുടെ ബെസാനിയോ പറയും. ഇല്ലല്ല, അത് ആ ഒരു പെണ്ണുങ്ങൾക്ക് കൊടുത്തതൊന്നല്ല, ശരിക്കും ഞാൻ ആർക്ക് കൊടുത്തതാ? ബെൽത്തസാറിന്, ആ വക്കീലിന് കൊടുത്തതാ. ഓക്കെ. The young lawyer who refused 3,000 decades of me begged for the ring. What could I do, sweet Portia? ഓക്കെ, അപ്പോൾ ആ ഒരു യങ് ലോയർ, നമ്മുടെ ആൻ്റോണിയോൻ്റെ ലൈഫ് രക്ഷിച്ച യങ് ലോയർ എന്ത് ചെയ്തു? ഞാൻ 3,000 ഡെക്കഡ്സ് അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അത് എന്ത് ചെയ്തു? വിസമ്മതിച്ചു അല്ലേ, സമ്മതിക്കാതിരുന്നു. സോ ആൻഡ് ഹി ബെഗ് ഫോർ ദ റിംഗ്. എന്നിട്ട് അദ്ദേഹം എന്നോട് ആ റിങ്ങാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് കുഡ് ഐ ഡു, സ്വീറ്റ് പോർഷ്യ? അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പോർഷ്യ? എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ പാവം നമ്മുടെ ആൻ്റോണിയോയുടെ ലൈഫ് രക്ഷിച്ചിട്ട് ആളല്ലേ, അപ്പോൾ നമുക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി പറ്റുമോ? Hearing the quarrel between the couple, Antonio said, I am the unhappy cause of these quarrels. ഓക്കെ, അപ്പോൾ ഈ ഒരു വഴക്ക് കേട്ടിട്ട് അല്ലേ, ക്വാരൽ എന്ന് പറഞ്ഞാൽ ഫൈറ്റാണ് കേട്ടോ. അപ്പോൾ ഇവർ തമ്മിലുള്ള, ബെസാനിയോയും പോർഷ്യയും തമ്മിലുള്ള ഈ ഒരു വഴക്ക് കേട്ടിട്ട് ആ പാവം നമ്മുടെ ആൻ്റോണിയോ പറയും, ഈ ഒരു വഴക്കിനുള്ള കാരണം, ഈ വഴക്കിനൊക്കെയുള്ള കാരണം ഞാൻ കാരണമാണല്ലോ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായത്. ഓക്കെ. ആൻഡ് പോർഷ്യ കൺസോൾഡ് ആൻ്റോണിയോ നോട്ട് ടു ഗ്രീവ്. അങ്ങനെ പോർഷ്യ ആൻ്റോണിയോനെ കൺസോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക. അപ്പോൾ ആൻ്റോണിയോനെ നമ്മൾ പോർഷ്യ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയും, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട, അതൊക്കെ ശരിയാവും, ഗ്രീവ് ചെയ്യേണ്ട, വിഷമിക്കേണ്ട. ദെൻ ആൻ്റോണിയോ സെഡ്, I once did lend my body for Bassanio's sake. ഓക്കെ, അപ്പോൾ ആൻ്റോണിയോ നമ്മുടെ പോർഷ്യക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്, ഞാൻ എന്താണ്. ഓക്കെ, അപ്പോൾ ബെസാനിയോക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതം തന്നെ, എൻ്റെ ബോഡി തന്നെ ഞാൻ പണയം വെച്ച ആളാണ്. ബട്ട് ഫോർ ഹിം
to whom your husband gave the ring, I should have now been dead. പക്ഷേ നിന്റെ ഭർത്താവ് ആ ഒരു റിങ് കൊടുത്തിട്ടുള്ള ആളുണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ എന്താണ് ഞാനിപ്പോൾ മരിച്ചു പോയേനെ. ഓക്കെ. And I swear your Lord will never more break his word with you. അപ്പം ഞാൻ നിനക്ക് വാക്ക് തരാണ്, നിന്റെ ലോർഡ്, നിന്റെ ഹസ്ബൻഡ് ഇനി ഒരിക്കലും നിനക്ക് തന്ന വാക്കുകളൊന്നും തെറ്റിയില്ല. ഓക്കെ, ഓവർ ആക്ടിങ് ആണോ? ഓക്കെ, നമുക്ക് ആക്ട് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ നിനക്ക് തന്ന വാക്കുകളൊന്നും നിൻ്റെ ഹസ്ബൻഡ് തെറ്റിക്കൂല എന്നുള്ള കാര്യം ആര് പറയാണ്? യെസ്, നമ്മുടെ പോർഷ്യനോട് ആൻ്റോണിയോ പറയാണ്. ഓക്കെ. And then you shall be his surety, said Portia to Antonio. അങ്ങനെയാണെങ്കിൽ നിങ്ങളായിരിക്കണം അദ്ദേഹത്തിൻ്റെ ജാമ്യം. അപ്പം നിങ്ങളാണ് എന്നോട് പറഞ്ഞത് ഇനി എന്ത് ചെയ്യില്ല. യെസ്, ഇനി ബസാനിയോ എന്നോട് വാക്ക് തെറ്റിക്കൂല എന്ന് നിങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം അതുകൊണ്ട് നിങ്ങൾ അവന് ജാമ്യം കൊടുക്കണം. ഇനി അങ്ങനെ എന്തെങ്കിലും തെറ്റിച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുൾ സീനാക്കും എന്നാണ് ആര് പറയുന്നത്? യെസ്, നമ്മുടെ പോർഷ്യ പറയുന്നത്. ഗിവ് ഹിം ദിസ് റിംഗ് ആൻഡ് ബിഡ് ഹിം കീപ് ഇറ്റ് ബെറ്റർ ദാൻ ദ അതർ. ഓക്കെ, എന്നിട്ട് വീണ്ടും ഒരു റിങ് നമ്മുടെ പോർഷ്യക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള അതേ റിങ് തന്നെയാണ്. ആ ഒരു റിങ് വീണ്ടും പോർഷ്യ ആർക്ക് കൊടുക്കും? നമ്മുടെ ആൻ്റോണിയോയ്ക്ക് കൊടുക്കും. കീപ് ഇറ്റ് ബെറ്റർ ദാൻ ദ അതർ. എന്നിട്ട് പറയും നിങ്ങളിത് നമ്മുടെ ബസാനിയോയ്ക്ക് കൊണ്ട് കൊടുക്കും. എന്നിട്ട് അവനോട് പറയൂ വേറെ എന്തിനേക്കാളും ഇതിനെ സൂക്ഷിക്കാൻ വേണ്ടി പറയൂ. കീപ് ഇറ്റ് ബെറ്റർ ദാൻ ദ അതർ. വേറെ എന്തിനേക്കാളും ഇതിനെ സൂക്ഷിക്കാൻ പറയൂ. സോ സേയിങ് ഷി ഗേവ് എ റിംഗ് ടു ഹിം. അത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബസാനിയോ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബസാനിയോയ്ക്ക് ആ റിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആൻ്റോണിയോനോട് നമ്മുടെ പോർഷ്യ പറയും. ആൻഡ് നമ്മുടെ ആൻ്റോണിയോ അതെന്ത് ചെയ്യും? പറഞ്ഞ പോലെ തന്നെ ബസാനിയോയ്ക്ക് ആ റിങ് കൊണ്ട് കൊടുക്കും. വെൻ ബസാനിയോ ലുക്ക്ഡ് അറ്റ് ദ റിംഗ് ഹി വാസ് സ്ട്രേഞ്ച്ലി സർപ്രൈസ്ഡ്. അപ്പോൾ ആ റിങ് നമ്മുടെ റിങ് ബസാനിയോ കണ്ടപ്പോൾ അവനെ വളരെ വിചിത്രമായിട്ട്, സ്ട്രേഞ്ച്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചിത്രമായി, വളരെ സർപ്രൈസ്ഡ് ആവും, വളരെ അത്ഭുതപ്പെട്ടു പോകും അല്ലേ. ആൻഡ് ടു ഫൈൻഡ് ഇറ്റ് വാസ് ദ സെയിം ഹി ഹാഡ് ഗിവൺ അവേ. അപ്പോൾ എന്തുകൊണ്ടാണ് അത്ഭുതപ്പെടാൻ കാരണം? അവൻ ബെൽത്തസാറിന് കൊടുത്ത അതേ റിങ് തന്നെയാണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്? യെസ്, ഇപ്പോൾ തിരിച്ച് പോർഷ്യ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ആലോചിച്ചിട്ട് ആകെ സർപ്രൈസ്ഡ് ആവും നമ്മുടെ ബസാനിയോ. ആൻഡ് ദെൻ പോർഷ്യ ടോൾഡ് ഹിം how she had been the young counselor and Nerissa her clerk. അങ്ങനെ പാവം നമ്മുടെ പോർഷ്യ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ഓക്കെ, അപ്പം ഞാനായിരുന്നു ബെൽത്തസാറായിട്ട് വന്നിട്ടുള്ള ആ ഒരു യങ് കൗൺസിലർ, ആൻഡ് നെറീസ എൻ്റെ ക്ലർക്കായിട്ട് വന്നിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട് നെറീസ ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചാപ്റ്റർ കഴിഞ്ഞിട്ട് പാട്ട് പാടാം കേട്ടോ. കാര്യങ്ങളൊക്കെ നമ്മുടെ പോർഷ്യ തുറന്നു പറയും. Okay, and Portia then gave him a letter which contained the happy message of Antonio's ships supposed to be lost safely arriving in the harbor. എന്നിട്ട് പോർഷ്യ വേറൊരു ലെറ്ററും കൂടി അവർക്ക് കൊടുക്കും. ഓക്കെ, വേറൊരു ലെറ്ററും കൂടി നമ്മുടെ ആൻ്റോണിയോയ്ക്കും ബസാനിയോനെയും ഏൽപ്പിക്കും. കാരണം അതിലെന്താണ്? യെസ്, നമ്മുടെ ആൻ്റോണിയോയുടെ ഷിപ്സൊക്കെ നശിച്ചു പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞ ഷിപ്പൊക്കെ നശിച്ചു പോയി എന്ന് വിചാരിച്ചിരുന്ന ആ ഷിപ്പൊക്കെ എവിടെ എത്താണ്? നമ്മുടെ ഹാർബറിൽ സേഫ് ആയിട്ട് എത്താൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം ആര് തുറന്നു പറയും? നമ്മുടെ പോർഷ്യ തുറന്നു പറയും. സോ ദ ട്രാജിക്കൽ ബിഗിനിങ്സ് ഓഫ് ദിസ് റിച്ച് മെർച്ചന്റ് സ്റ്റോറി were all forgotten in this unexpected good fortune which followed. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റോറി തുടങ്ങിയത് വളരെ ട്രാജിക്കലായിട്ടുള്ള, വളരെ ദുരന്തമായിട്ടുള്ളൊരു ആ കഥയിൽ നിന്നാണ് അല്ലേ. അപ്പോൾ പാവം നമ്മുടെ ആൻ്റോണിയോൻ്റെ ആ ഫ്ലഷൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വളരെ ദുരന്തങ്ങളിലൂടെ ആയിരുന്നു സ്റ്റോറി തുടങ്ങിയതെങ്കിലും ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, പ്രതീക്ഷിക്കാതെ ഇവരെ തേടി വന്നിട്ടുള്ള ആ ഒരു ഭാഗ്യം, എല്ലാ കാര്യങ്ങളും, ആ ട്രാജഡിയൊക്കെ ഇവർ മറന്നു പോവാണ്. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങിൽ നമ്മുടെ സ്റ്റോറി അവസാനിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷേക്സ്പിയറിൻ്റെ വൺ ഓഫ് ദ കോമഡി പ്ലേ ആണ് അല്ലേ. അപ്പോൾ ഹാപ്പി എൻഡിങ്ങിൽ അവസാനിക്കുന്ന ഒരു സ്റ്റോറിയാണ് മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ നടന്ന ദുരന്തങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് നല്ല ഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഒരു നിറഞ്ഞ എൻഡിങ്ങിലേക്ക്, ക്ലൈമാക്സിലേക്ക് നമ്മുടെ സ്റ്റോറി ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ സ്റ്റോറി കഴിയാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മുടെ മെർച്ചൻ്റ് ഓഫ് വെനീസ് അവസാനിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ആൻഡ് there was leisure to laugh at the comical adventure of the ring and also at the husband who did not know his own wife. അപ്പോൾ ലേഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവേളകൾ അല്ലെങ്കിൽ ഫണ്ണി മൊമെൻറ്റ്സ് അതൊക്കെയാണ് കേട്ടോ, ഒഴിവ് വേളകളൊക്കെയാണ്. അപ്പോൾ ഇവർ റെസ്റ്റ് എടുക്കുന്ന സമയം, ലേഷർ വേളകൾ, ഒഴിവു
വേളകളും അതുപോലെ തന്നെ ഫണ്ണി മൊമെൻറ്റ്സ് ഒക്കെയുള്ള ആ ഒരു സമയത്ത് ഈ ഒരു വളരെ തമാശ നിറഞ്ഞ ഈ ഒരു ആ സാഹസത്തിനെ പറ്റിയിട്ടൊക്കെ ഇവർക്ക് പറഞ്ഞ് ചിരിക്കാൻ കുറേ കാര്യങ്ങളായില്ലേ. അപ്പോൾ നമ്മുടെ പോഷ ചെയ്തത് ഒരു സാഹസം തന്നെയാണ്. ഡിസ്ഗൈസ് ചെയ്തിട്ട് ഒരു കോടതിയിൽ പോയി വാദിച്ചത് അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സീനാണ് അല്ലേ, ശിക്ഷിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പിന്നീട് അവർ തമ്മിൽ സംസാരിച്ചിരിക്കുമ്പോൾ അവരുടെ ഇടവേളകളിൽ പറഞ്ഞ് ചിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറി. ഓക്കെ. ആൻഡ് ഹസ്ബൻഡ് ഹു ഡിഡ് നോട്ട് നോ ഹിസ് ഓൺ വൈഫ്. അതുപോലെ ബെസാനിയൊക്കെ തൻ്റെ വൈഫ് അവൾ കൺമുന്നിൽ വന്ന് നിന്നിട്ട് പോലും അവളെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള കുറേ തമാശകൾ ഒഴിവ് വേളകളിൽ പറഞ്ഞ് രസിക്കാനുള്ള കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ട് ഇവർക്ക് മാറി. റെഡി? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമ്മുടെ വീഗേളിനെ കാണുന്നില്ലല്ലോ. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കുറച്ച് യെല്ലോ ഹാർട്ട്സ് തരാം മിസ്സിന്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്, നവനിത. ഹായ് നവനിത. ഹായ് നവനിത. ക്ലിയർ ആണോ? ഓക്കെ, സോങ് ഒക്കെ പാടാം. ഓക്കെ, റെഡി? ഓക്കെ, ക്ലിയർ. അപ്പോൾ മിസ്സ് ഒരു ക്വസ്റ്റ്യൻ തരാണ് നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പോഷയുടെ, നമ്മുടെ വക്കീലായിട്ട് വന്ന പോഷയുടെ നെയിം എന്തായിരുന്നു? ഓക്കെ, പോഷയുടെ നെയിം എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് മിസ് നോക്കട്ടെ. നമ്മുടെ പോഷയുടെ വക്കീലായിട്ട് വന്നപ്പോൾ നമ്മുടെ പോഷേൻ്റെ ഡിസ്ഗൈസ് ആയിട്ട് വന്നപ്പോൾ നമ്മുടെ പോഷേൻ്റെ പേരെന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ വേഗം തന്നെ ഇപ്പം തന്നെ വേഗം പോയിട്ട് ലൈവ് കഴിഞ്ഞാൽ വേഗം പോയിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യുക വേഗം. എല്ലാവരും പോയി നമ്മുടെ ലൈവ് ലൈക്ക് ചെയ്തേ. അപ്പോൾ ഇനി പാട്ട്, ഓക്കെ, ഈ ഒരു പാട്ടോട് കൂടി നമ്മൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, റെഡി? മിസ്സിന് ടോണൊന്നും അറിയില്ല കേട്ടോ, എന്നാലും ഇപ്പോൾ ട്രെൻഡിങ് ആയതുകൊണ്ട് വെറുതെ പാടാണ്. റെഡി? കുഞ്ഞിക്കാലുള്ളം തെളിച്ച് വിഴി പഞ്ഞിപ്പാവഴിയേ തലപൂത്തവൻ മരമേ മറയാത്ത ചന്ദ്രനെ നമ്മുടെ വള്ളിക്കൂടാരത്തെ നല്ല നീലാവത്തെ വെള്ളി നൂലേ ഒന്ന് പിള്ളക്കീനാവിനെ കെട്ടിപ്പിടിച്ചിട്ടങ്ങാടിക്കൂടേ കളിയൂഞ്ഞാലിലെ തള്ളലിലാന് മേലേ ചെന്നവരാ പാഞ്ഞ പാഞ്ഞ തേഞ്ഞു മാഞ്ഞ് പോയ കാലമേ പിള്ളത്തരമേ നീ പള്ളിക്കൂടമാനീ. ഓക്കെ, അപ്പോൾ ഇത്രയേ അറിയുള്ളൂ. അതിൻ്റെ ടോണൊന്നും മിസ്സിന് വലിയ പിടുത്തില്ല, എന്നാലും നിങ്ങൾ പറഞ്ഞുകൊണ്ട് പാടിയതാണ് കേട്ടോ. റെഡി? ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെങ്കിൽ എല്ലാവരും കുറച്ച് യെല്ലോ ഹാർട്ട്സ് തരാം. ഓക്കെ, കുറച്ച് സ്പീഡ് പാടുന്നിരുന്നു തോന്നുന്നുണ്ട് അല്ലേ? ഓക്കെ, മിസ് കുറച്ച് സ്ലോ ആയിട്ടായി പോയി പാടി. ഓക്കെ, റെഡി? അതെ, ഓക്കെ, പാട്ട് കേൾക്കാൻ പറ്റില്ല അല്ലേ? മിസ്സിന് അറിയില്ല, നിങ്ങൾ നിർബന്ധിച്ചുകൊണ്ട് പാടിയതല്ലേ. നിർബന്ധിച്ച് പാടിപ്പിച്ചിട്ട് ഇനി മോശമാണെന്ന് പറയുന്നത് വളരെ മോശമാണ് കേട്ടോ. ഓക്കെ, റെഡി? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്, ബൈ, സി യു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, റെഡി? ടാറ്റാ, ബൈ ബൈ, സി യു.